ഒരു പ്രത്യേക സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങൾ പെട്ടുപോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ലൈറ്റ് തെളിഞ്ഞു വരുന്നത് പോലെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നതാണ് ജ്ഞാനത്തിൻ്റെ വചനം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പം ഇനി ഇന്നലകളിലെ കാലഘട്ടങ്ങൾക്കകത്ത് ഹല്ലേലൂയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ എന്താണ് കൃത്യമായി ചെയ്യേണ്ടെന്നറിയാതെ ആരുടെയോ ബുദ്ധിയുപദേശത്തിന് വഴങ്ങി എന്തൊക്കെയോ ചെയ്തു പോയത് വലിയ പ്രയാസത്തിന് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് മുതൽ അത് ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. എങ്ങനെയാണ് നീ പോകേണ്ടതെന്ന് നിന്നെ വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഫോളോ ചെയ്തു തുടങ്ങിയവർ, ക്രിസ്തുവിനെ അനുഗമിച്ചു തുടങ്ങിയവർ ഈ ലോക ജ്ഞാനത്തിലല്ല അവരുടെ സ്റ്റെപ്പ് വെക്കേണ്ടതെന്നും, ഹല്ലേലൂയ, അഗോചരമായ വഴികൾ നിങ്ങളുടെ മുമ്പിൽ, ബുദ്ധിക്ക് തെളിയപ്പെടാത്ത വഴികൾ ദൈവത്താൽ നിങ്ങളുടെ മുമ്പിൽ തെളിയപ്പെടേണ്ടതിനായി ദൈവത്തിൻ്റെ ജ്ഞാനം പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം തുറന്നുകൊണ്ടുവരും. ആമേൻ. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ വേറൊരു വഴി മോശയ്ക്ക് തേടാൻ പറ്റത്തില്ല. കാരണം ആഴങ്ങളിൽ ഒളിപ്പിക്കപ്പെട്ട വഴികളെ ദൈവത്തിന് അവരുടെ മുമ്പിൽ തുറന്നു കൊണ്ടുവരേണ്ടതുണ്ട്. പ്രതികരിക്കട്ടെ, വചനത്തോട് പ്രതികരിക്കട്ടെ ഈ പകൽ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവം ഒളിപ്പിക്കപ്പെട്ട വഴികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രകൾക്കകത്ത് ദൈവം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. സഭയാത്മാവിലൊന്ന് ഈ വചനത്തോടും ദൂതിനോടും പ്രതികരിക്കുക. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒളിപ്പിക്കപ്പെട്ട വഴികൾ, ഹല്ലേലൂയ, ലോകത്തിന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചത് കൊണ്ട് തെളിയാതെ നിൽക്കുമ്പോൾ ഈ പകല് നിന്നോട് സംസാരിക്കുന്ന ജ്ഞാനത്തിന്റെ വരത്തിനകത്തൂടെ, വചനത്തിനകത്തൂടെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ഒരുപക്ഷെ ലോക ചിന്തകൾക്കകത്ത് മുഴുകിപ്പോയത് കൊണ്ട് ജീവിതത്തെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താൻ കഴിയാതെ വണ്ണം പേരുകൊണ്ട് വിശ്വാസി, പേരുകൊണ്ട് കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന നിലകളിൽ ഒരു താൽക്കാലിക പൊസിഷനകത്ത് ആളുകൾ പരിമിതിക്കടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ എൻ്റെ കൂടെ വന്നവനാണോ? നിന്റെ മുമ്പിൽ തെളിയുന്ന വഴികൾ ഞാൻ ജ്ഞാനത്തിൻ്റെ വരത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സഭ ജ്ഞാനത്തിൻ്റെ വരത്താൽ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഇത് ഓൾറെഡി ഞാൻ പ്രസംഗിക്കപ്പെട്ട ടീച്ച് ചെയ്ത വിഷയമാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ തലയ്ക്ക് മേൽ പതിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹല്ലേലൂയ തീരുമാനമെടുക്കാൻ കഴിയാതായിരിക്കുമ്പോൾ വിഷമതയോടോ ഹല്ലേലൂയ ഇമോഷണലിലോ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ നീ ദൈവത്തിനെ ഫോളോ ചെയ്തു തുടങ്ങിയ ആളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് ഹൃദയത്തെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ചോദിക്കണം, കർത്താവേ, ഞാൻ ഈ നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് സ്ട്രഗിൾ ആയിരിക്കാം, കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും മിനിസ്ട്രിയോടും ഉള്ള സ്ട്രഗിൾ ആയിരിക്കാം. ഗെറ്റ് റെഡി. ഇവിടെ ദൈവത്തിന് സംസാരിക്കാൻ, ദൈവത്തിന് വെളിപ്പെടുത്താൻ അവസരം ഉണ്ടാകണം. ഹല്ലേലൂയ. തകരാൻ കർത്താവ് അനുവദിക്കത്തില്ലാത്ത രീതിയിൽ ഒരു ബുദ്ധി ദൈവം നിന്റെ തലയുടെ മേൽ വെളിപ്പെടുത്തും. എതിരെ നിൽക്കുന്നവർ നിന്റെ മുമ്പിൽ താളടിയായി പോകുന്നതും അവർ ലജ്ജിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ വിസ്തം നിന്റെ മുമ്പിൽ തുറന്നു വരും. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, ഫാമിലിയോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുടെ വഴി തുറക്കാത്ത രീതിയിൽ നിൽക്കുന്ന ബന്ധത്തിൽ, അടഞ്ഞ സാധ്യതകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൽ കരയാനല്ല പുതിയ നിയമ വ്യക്തികളെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ സകലതും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കുക. ഹല്ലേലൂയ. അവൻ നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും. അവൻ നിന്റെ അകത്ത് കൃത്യം അണ്ടർസ്റ്റാൻഡിങ് ഇടും. ഇന്നെനിക്ക് ജ്ഞാനത്തിൻ്റെ വചനം വിട്ട് പരിജ്ഞാനത്തിൻ്റെ വചനത്തിലേക്ക് കയറിയേ പറ്റൂ. അതുകൊണ്ട് ആ ഭാഗം അവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച കേൾക്കാത്തവർ അത് നമ്മുടെ ലൈവിൽ കിടപ്പുണ്ട്. ഒരുമിച്ച് നമുക്ക് ഒരു ഭാഗം ചിന്തിച്ചുകൊണ്ട് ആ വിഷയത്തിനകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒറ്റ കാര്യം, നിങ്ങൾ ഈ ആഴ്ചകളിൽ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞൊരു ഭാഗത്തെക്കുറിച്ച് ഒരു കാര്യം പറയാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം അതൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. 13, 14, 15 അധ്യായം, 16, 17 അധ്യായം യേശുക്രിസ്തു ബാക്ക് ടു ഫാദറിൻ്റെ അകത്ത്, പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് താൻ കൂടെ കൂട്ടിയ
ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ അധ്യായങ്ങൾക്കകത്ത് ഇവരെങ്ങും പോകുന്നില്ല, ഇവർ ഒരുമിച്ചിരിക്കുക. ആമേൻ, ആമേൻ. ഒരുമിച്ചിരിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം 12-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നു. യേശു ഉള്ളിൽ അറിയുന്നു താൻ ഈ ഭൂമി വിട്ട് തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ട സമയമായിരിക്കുന്നു, നാഴികയായിരിക്കുന്നു, സമയമായിരിക്കുന്നു. ഇതൊരു ദൂതാണ് കേട്ടോ, സമയമായിരിക്കുന്നു. പല സമയങ്ങളിലും എൻ്റെ നാഴിക വന്നില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞ യേശു കർത്താവിൻ്റെ ഉള്ളിൽ ഇരുന്ന് പിതാവായ ദൈവം പുത്രനായ കർത്താവിനോട് പറയുകയാണ്, ദിസ് ഈസ് ദ ടൈം. കാലത്തിൻ്റെ അകത്ത് നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമയം ഇതാണ്. ഈ സമയത്ത് നിനക്ക് ചെയ്യേണ്ടതായുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്ക് ക്രമീകരിക്കാൻ എന്ന് പറയുമ്പോൾ തൻ്റെ കരങ്ങളിലൂടെ സൗഖ്യം പ്രാപിച്ച, തൻ്റെ കരങ്ങളിലൂടെ അപ്പം പെറുക്കി തിന്ന, ഹല്ലേലൂയ, മുടന്തരും കുരുടരുമായ ഒരു വലിയ സമൂഹത്തെ ഉപേക്ഷിച്ചിട്ട് യേശു ഒരു മാളിക മുറിക്കകത്തേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്തൊരു പ്രവചനവാക്ക് വരുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ട് ഈ വചനത്തിനകത്തേക്ക് ഒന്ന് വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവ് പെസഹ എന്ന ആഘോഷം, ആ സെലിബ്രേഷനകത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആ സെലിബ്രേഷൻ സത്യത്തിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട പെസഹകൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. എടുത്തെടുത്ത് ബൈബിൾ അത് പറയുന്നുണ്ടെങ്കിലും അത്ര പ്രാധാന്യമായിട്ട് പലരും അതിനെ കണ്ടതായിട്ട് മനസ്സിലാക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ, അല്ലെങ്കിൽ ആരംഭം ഇറങ്ങിത്തിരിച്ച കാലം മുതൽ, ഹല്ലേലൂയ, ഇറങ്ങിത്തിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രത്യേക പെസഹയുടെ ആരംഭത്തെ പറയുന്നുണ്ട്. ബൈബിൾ അതിൽ എടുത്ത് പറയുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വിരുന്നിന് തൊട്ടു മുമ്പ് ഒരു പെസഹയുടെ സമയമാണ്. ആമേൻ. 5000 പേർക്ക് ഹല്ലേലൂയ ആ അപ്പത്തെ വിഭാഗിച്ചു കൊടുക്കുന്നത് ഒരു പെസഹയുടെ സമയമാണ്. 3-ാമത്തെ പെസഹയോട് അടുക്കുമ്പോഴാണ് പിതാവ് തൻ്റെ പുത്രനോട് പറയുന്നത്, നീ ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നിലേക്ക് മടങ്ങി വരേണ്ട സമയമായിരിക്കുന്നു, നാഴിക എത്തിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പെസഹയെക്കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. പെസഹ എന്ന് പറയുന്നത്, പാസ്ഓവർ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു ജനറേഷൻ പുറത്തു വരുന്നതിൻ്റെ തെളിവാണ്. ജനറേഷൻ പുറത്തു വരുന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ഫറവോനിയ ആധിപത്യങ്ങൾ അടക്കി വാഴുന്ന മിസ്രൈമിൻ്റെ അന്ധകാരത്തിനകത്ത് പിടിച്ചൊതുക്കുന്ന ഇസ്രയേലിനെ ദൈവം ബലമുള്ള ഭുജം എടുത്തു കൊണ്ടുവന്ന് അവരെ അവിടെ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നതാണ് നാം പെസഹയിൽ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ഹല്ലേലൂയ, അന്ധകാരത്തിലും അടിമത്തത്തിലും ഇരിക്കുന്ന ഒരു കൂട്ടം ജനത മുണ്ടക്കയത്തിനകത്ത് നിന്ന് ഇറങ്ങി വരാൻ ഇന്നത്തെ ഈ ശുശ്രൂഷ കാരണമാകുമെങ്കിൽ ഈ ദേശത്തോട് ഞാൻ പ്രവചിക്കാൻ മടി കാണിക്കുന്നില്ല. ഒരു കൂട്ടം ജനം, ഒരു ജനറേഷൻ ഈ ശുശ്രൂഷയിലൂടെ പുറത്തു വരട്ടെ. ആമേൻ, ആമേൻ. മോശ മടിക്കുന്നില്ല. മോശയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ട്. ഇന്നലകളിൽ നീ ഇറങ്ങി നിന്നതുപോലല്ല, ഇന്നലകളിൽ നീ പരാജയപ്പെട്ടതുപോലെയല്ല, ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മൗനമായി മിസ്രൈമിൽ നിന്ന് ഓടിയതുപോലെ അല്ല നീ പറയുന്ന വാക്കിന് കൃത്യം ഉത്തരമായി നിന്റെ കൂടെ ആകുന്നവനായി ഞാൻ ഇറങ്ങി നിൽക്കുമെന്ന് മോശയോട് വാക്ക് പറഞ്ഞവൻ മിസ്രൈമിലെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങി നിന്നെങ്കിൽ ഇന്ന് പകരം ഞാൻ പറയുന്നു, ഈ അന്തരീക്ഷത്തെ യൂട്ടേനായി തിരിക്കാൻ ദൈവം നിന്റെ കൂടെ ആകുന്നവനായി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. 2-ാമത്തെ പെസഹയോടെ പറയാനുണ്ട്, ഞാനത് വിട്ടുകളയാം. അടുത്തൊരു ദിവസങ്ങളിൽ ഞാൻ ഈ ഭാഗം നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കാം. ഹല്ലേലൂയ. 3-ാമത്തെ പെസഹയോട് അടുക്കുന്ന സമയം യേശു പറയാണ്, ഹല്ലേലൂയ, ഒരു മാളിക ഒരുക്കണം. ഹല്ലേലൂയ. കൂടെ നിൽക്കുന്ന യോഹന്നാനോടും പത്രോസിനോടും, നിങ്ങൾ അവിടെ വായിച്ചാൽ ആ പറഞ്ഞു വിട്ട 2 പേരാരാന്ന് അറിയത്തില്ല, മറ്റ് സുവിശേഷങ്ങളോട് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യേശു പറയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ പിതാവിൻ്റെ, അത് തുറന്നു പറയുന്നില്ല എങ്കിൽ അത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നിങ്ങളുമായി കൂടിയിരിക്കാൻ ഒരു സ്ഥലം വേണം. പെസഹയുടെ ഉത്സവം വരികയാണ്, പെസഹയുടെ പെരുന്നാൾ വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ, ഹല്ലേലൂയ, യോഹന്നാനോടും പത്രോസിനോടും പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ നഗരത്തിനകത്തേക്ക് പോകണം, യെരൂശലേമിലേക്ക് പോകണം. യെരൂശലേമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ, ഹല്ലേലൂയ, ഒരാളെ കാണും. ആ ആളുടെ തലയിൽ ഒരു കുടം ഉണ്ടാകും, ആ കുടം നിറഞ്ഞതായിരിക്കും.
ആമേൻ. ആ കുടം നിറഞ്ഞതായിരിക്കും. ആളോടൊന്നും ചോദിക്കണ്ട, പുറകെ പോയാൽ മതി. ആ ആൾ ചെന്ന് കയറുന്നൊരു വീടുണ്ട്. ആ വീട്ടിലെ ഉടമസ്ഥനോട് നീ ചോദിക്കണം. ചോദ്യം ഇതാണ്: ഗുരുവിനും ശിഷ്യന്മാർക്കും ഒരുമിച്ച് പെസഹ ആചരിക്കാൻ ഉള്ള സ്ഥലം എന്ന് ചോദിക്കുമ്പോഴേ അവൻ നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരും. ഇവർ ഇത് കേൾക്കുന്നു, പുറത്തിറങ്ങുന്നു, മുന്നോട്ട് യാത്ര ചെയ്യുന്നു. യെരൂശലേമിൻ്റെ പടിവീഥികൾക്കകത്ത് നഗരത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ഇവരൊരു മനുഷ്യനെ കാണുന്നു. ഇന്ന് പകൽ പറയുന്നു, പ്രവചനങ്ങളൊന്നും തെറ്റത്തില്ല. ഹല്ലേലൂയ. നീ കേട്ട ശബ്ദം തെറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കാതിലൊന്ന് തൊട്ടുപറ, അത് നിവർത്തീകരിക്കാൻ ദൈവം ഒരു സമയത്തെ. പലരും മന്ദീഭവിച്ചിരിക്കുക. ഇന്ന് പകൽ നിന്നെ ഉത്തേജിപ്പിക്കാൻ ഹല്ലേലൂയ ആ പ്രവചന ശബ്ദത്തിന് കഴിയുമാറാകട്ടെ. ഈ പ്രവചനത്തിന്റെ വാക്ക് യേശു കണ്ണ് അടച്ച് ഇവരോട് പറഞ്ഞത് ഇവർ അടുത്ത നിമിഷങ്ങളിൽ കണ്ടു തുടങ്ങുകയാണ്. ഒരു മടിയില്ല. ഇവർ നടന്നു തുടങ്ങുമ്പോൾ ഇവരുടെ മുമ്പിൽ ഒരു മനുഷ്യൻ നിറകുടവുമായിട്ട് ഹല്ലേലൂയ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. അവനെ പിൻപറ്റുന്ന അവർ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. ആ വീടിലെ ഉടമസ്ഥനോട് ചോദിക്കുമ്പോൾ അവൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു: വിരിച്ചൊരുക്കിയ മാളിക. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളെ നോക്കി, വിരിച്ചൊരുക്കിയ മാളിക മുറി. അതിനകത്തേക്ക് അവർക്ക് ക്ഷണം കിട്ടുവാനിടയായി. 13, 14, 15, 16, 17 ഈ അധ്യായങ്ങൾക്കകത്ത് ഇവരും യേശുവും ഒരുമിച്ച് ഈ മാളിക മുറിക്കകത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു മുമ്പിലുള്ള അധ്യായങ്ങൾക്കകത്ത് പുറത്തിറങ്ങി നിൽക്കുന്ന സകലരെയും സൗഖ്യമാക്കുന്ന യേശു ഹല്ലേലൂയ 13, 14, 15, 16, 17 അധ്യായങ്ങൾക്കകത്ത് ഈ ശിഷ്യന്മാരുമായി ചേർന്നിരിക്കുന്നത് വെറുതെ അല്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങുവാണ്. 3.5 വർഷം എൻ്റെ ശുശ്രൂഷയുടെ അവസാനിക്കുക. ഇനി എൻ്റെ ടേൺ അല്ല, ഇനി നിങ്ങളുടെ ടേണാണ്. ഇനി എൻ്റെ അവസരങ്ങളല്ല, ഇനി നിങ്ങളുടെ അവസരങ്ങളാണ്. ഇനി ഞാനല്ല, ഇനി നിങ്ങളാണ്. ഒരു മാളിക, ഒരു അപ്പർ റൂം എവിടെയാണ് സ്ഥലം എവിടെയാണെന്നറിയാമോ? ഈ സ്ഥലം യെരൂശലേമിലാണ്. യെരൂശലേമിൽ ഒരു വലിയ പർവ്വതമുണ്ട്, സീനായി പർവ്വതം എന്നാണ് അതിൻ്റെ പേര്. ആ പർവ്വതത്തിൻ്റെ മേളിലാണ് ഈ മാളികമുറി ഇരിക്കുന്നത്. ഒന്നുകൂടി നിങ്ങളോട് പറഞ്ഞാൽ, ഈ മാളികമുറിയിലാണ് യേശു ശിഷ്യന്മാരുമായിട്ട് നീണ്ട ദിവസങ്ങൾ ഇരുന്നത്. ഇവിടെ നിന്നുകൊണ്ട് സീക്രട്ടായ കാര്യങ്ങൾ മൊത്തം ഇവരുടെ കാതുകൾക്കകത്ത് പറഞ്ഞു കൊടുത്തത്. ഹല്ലേലൂയ. പോയ ശേഷം, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർ തളർന്ന് വന്ന് ഇരുന്നതും ആ മാളികമുറിക്കകത്താണ്. അവിടെയാണ് ഒരു പ്രത്യക്ഷത. വചനം വായിച്ചവർക്ക് മനസ്സിലാവും. അവിടെയാണ് ഒരു പ്രത്യക്ഷത ഉണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനം മടിച്ച് മറഞ്ഞിരുന്ന മനുഷ്യനെ തേടി, ശിഷ്യന്മാരെ തേടി യേശു പറയാ, ഇല്ല, മരിച്ചിട്ട് എങ്ങും പോയിട്ടില്ല. ഐ റിസറക്റ്റഡ്. ഞാൻ ആത്മാവിൽ പറയുന്നു, അതൊരു എൻകൗണ്ടറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമസിനെ കൃത്യമായി നീ എൻ്റെ കൈവിരലിൽ കൈയിട്ട് പരീക്ഷിച്ച് നോക്കിക്കോ. ഐ റിസറക്റ്റഡ്. ഈ ക്രൂശിക്കപ്പെട്ടവൻ മരിച്ച് മണ്ണിനോട് ചേർന്നില്ല, മറിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന പ്രത്യക്ഷത കൊടുത്തത് ഈ മാളികമുറിക്കകത്താണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ഈ മാളികമുറി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് അറിയാം. ഹല്ലേലൂയ. യേശു ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുന്നു: നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഞാൻ ആ മാളികമുറി കാത്തിരുന്നപ്പോൾ ഒരു സത്യത്തിൻ്റെ ആത്മാവിനെ കുറിച്ച്, പിതാവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച്, ആ കാര്യസ്ഥനെക്കുറിച്ച്, കംഫർട്ടറിനെ കുറിച്ച്, ആശ്വാസപ്രദനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ നിങ്ങൾ വഴിതെറ്റിപ്പോയവരെ പത്രോസ് ഉൾപ്പെടെ വള്ളവും വലയും എടുത്തുകൊണ്ട് പോയി. ഇനിയും നിങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഉയരത്തിൽ നിന്ന് വരുന്ന ആ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ ഇരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം മാളികമുറിയാണ്. മടിച്ചില്ല, എല്ലാം പോയി അതിനകത്ത് കയറിയിരുന്നു. ആമേൻ. ഒന്നാമത് യേശു ഇരുന്ന സ്ഥലം, യേശു ശിഷ്യന്മാരും ഇരുന്ന സ്ഥലം. രണ്ടാമത് യേശു കർത്താവും ശിഷ്യന്മാരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലം. മൂന്നാമത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന മാളികമുറി. ആമേൻ. അത് തന്നെയാണ് ഇന്ന് പകല്. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു പറഞ്ഞത് കേട്ട സ്ഥലത്തേക്ക് അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് മാളിക മുറിക്കകത്ത് ദൈവത്തിൻ്റെ
പ്രവൃത്തിയെ വിളിച്ചു വരുത്തിയെങ്കിൽ അതിൽ നിറങ്ങിയവർ ഹല്ലേലൂയ ആ 120 ഹല്ലേലൂയ 3000 8000 തീരത്തക്ക രീതിയിൽ ഒരു വലിയ വളർച്ച അവരുടെ മേൽ ദൈവം അവരുടെ മേൽ ഇട്ട ദൈവീയ പ്രവചനത്താലാണ്. ഒരു ഫിസിക്കലായിട്ടൊരു മാളിക മുറി റെഡിയായി വന്നില്ലെങ്കിലും നിങ്ങൾക്കും ആ മാളിക മുറിക്കകത്തേക്ക് ക്ഷണം കിട്ടിയവരാണെന്ന് എനിക്ക് പറയാൻ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അതെന്താണെന്നൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ഭാഗം ഒന്ന് വിടാം, വിട്ട് കളയുവാണ്. വേറൊരു ദിവസം നമുക്ക് തുറന്നുകൊണ്ട് വരാം. ആഗ്രഹം കൊണ്ട് പ്രസംഗിക്കുകയാണ്. ഈ വിഷയമൊന്നും പ്രസംഗിക്കണമെന്ന് സമയമല്ല, എങ്കിലും ഇത് ആഗ്രഹം കൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഈ മാളിക മുറി ഹല്ലേലൂയ യേശുവും ശിഷ്യന്മാരും മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ട 13-ാം അധ്യായത്തിനകത്ത് 4 പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഒന്ന്, യേശുവിൻ്റെ സ്നേഹം ഒഴുകുകയാണ്. ആമേൻ. ഒന്നാമത്തെ വാക്യം തന്നെ കാണുന്നത് അവൻ സ്നേഹിച്ചു. 13-ാം വാക്യം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ആമേൻ. അവസാനത്തോളം എന്ന വാക്കല്ല, അങ്ങേയറ്റത്തോളം എന്തുമാത്രം സ്നേഹം കൊടുക്കാമോ അത്രത്തോളം സ്നേഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവനുള്ളവരെ പിതാവായ ദൈവം അവന് കൊടുത്തവരെ, പിതാവായ ദൈവം കൊടുത്ത ആൾക്കാരെ അവൻ ആഴമായി സ്നേഹിച്ചു. ഈ 13 കഴിഞ്ഞ് 14, 15 കയറാൻ നേരത്ത് അതിനകത്തൊരു പദമുണ്ട്, നീ എനിക്ക് തന്ന ജനം. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, നീ എനിക്ക് തന്ന ജനം. അമ്മേ, ഇവിടെ ആരൊക്കെ ഉള്ളൂ? അപ്പം നിന്നവരുണ്ടോ? ഇല്ല. സൗഖ്യം പ്രാപിച്ചവരുണ്ടോ? കുരുടന്മാരെ ലിസ്റ്റ് എടുത്താലും 5000-ത്തിനപ്പുറം പോകും. ആമേൻ. അപ്പം നിന്നവരെ ലിസ്റ്റ് എടുത്താൽ ആ പരിധിയിലെങ്ങും നിൽക്കത്തില്ല, ഒത്തിരി ഉണ്ട്. ആമേൻ. അവരാരും ഇല്ല. ഇവിടെ ആരേ ഉള്ളൂ? 12 പേരും യേശുള്ളൂ. അതിനകത്തുനിന്ന് ഒരാളെ ഇറക്കിയും വിടുന്നുണ്ട്. ഇറക്കി വിടല്ല, തന്നെ ഇറങ്ങിപ്പോവുകയാണ് ആള് വേറെ പ്ലാനിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ്റെ അകത്ത് എന്ത് കയറി? അവൻ്റെ മനസ്സിന്, അവൻ്റെ ഹൃദയത്തെ പിശാച് പിടിച്ചു. കാരണം അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തലേ ചാപ്റ്റർ 12-ാം അധ്യായത്തിനകത്ത് ഈ സ്വച്ഛജട മാംസ തൈലം എടുത്ത് മറിയ യേശുവിൻ്റെ ശരീരത്ത് പുരട്ടാൻ നേരത്ത് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു സ്റ്റോറി ഓടിക്കണ്ട്. ഇതങ്ങം വിറ്റ് ആർക്ക് കൊടുക്കണം? ദരിദ്രന്മാർക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നു? അത് കളഞ്ഞു കുടിച്ചെന്ന് പറയുമ്പോൾ യേശു പറയാം, നിനക്കിത് ദരിദ്രന്മാർക്ക് കൊടുക്കാവുന്നതല്ല, നിന്റെ കയ്യിൽ പണസഞ്ചി തന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആളുടെ ഹൃദയം പോയി. അവിടെ നിന്ന് ഇറങ്ങി, ഒന്നും എഴുതിയിട്ടില്ല എങ്കിലും കൂട്ടി യോജിപ്പിച്ച് ഞാൻ പറയാം. അവിടെ നിന്ന് ഇറങ്ങി പുള്ളിക്ക് സത്യം പറഞ്ഞാൽ കടന്നിട്ട് ഉറക്കം വരത്തില്ല. ഈ ഒഴുകിപ്പോയ യേശുവിൻ്റെ കാൽക്കൽ വീണ് ഒഴുകിപ്പോയ തൈലം അത് പോയത് കണ്ടിട്ട് സഹിക്കുന്നില്ല ആള്. അത് നഷ്ടപ്പെട്ടു പോയല്ലോ, അതെൻ്റെ പോക്കറ്റ് വീഴുമായിരുന്നെങ്കിൽ എന്നോർത്തിട്ട് കൃത്യമായിട്ട് തന്നെ പുള്ളി ആള് കള്ളനാണ്. ഈ സാധനത്തിൽ നിന്ന് പല പ്രാവശ്യം പുള്ളി അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്. തെളിവ് ഞാൻ തരാൻ കേട്ടോ, തെളിവില്ല ഞാൻ പ്രസംഗിക്കത്തില്ല. അപ്പൊ ഇത് പുള്ളി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെങ്ങനെയായാലും പിടിച്ചുവിടോ, ഇതെങ്ങനെയായാലും ബാക്കി എടുക്കണം എന്ന് അറിഞ്ഞപ്പോൾ പുരോഹിതന്മാർ എടുക്കിച്ചെന്ന്, ശാസ്ത്രിമാർ എടുക്കിച്ചത് വിൽക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. വിൽക്കാനൊക്കെ ഉള്ളത് പല പ്രാവശ്യങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെട്ട തൈലത്തിനുള്ള കാശ് പോലും കിട്ടാത്ത രീതി വളരെ ചെറിയൊരു തുകയ്ക്ക് യേശുവിനെ പറഞ്ഞൊപ്പിച്ചിട്ട് ആൾ വന്ന് കീറിയിരിക്കുക അവിടെ മാളിക മുറിക്കകത്ത്. അവിടെ നിങ്ങൾ കണ്ടോ, യേശുവിൻ്റെ സ്നേഹം ഒഴുകുകയാണ്. ആ സ്നേഹത്തിനകത്തൂടെ യേശു തൻ്റെ താഴ്മ ധരിക്കുന്നതാണെന്നേ. സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വേണ്ടി ഒരുങ്ങുക. കാല് കഴുകാൻ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രദർശനം ഒരു ശുദ്ധീകരണമാകുകയാണ്. ആദ്യം പത്രോസ് പറയും, എന്നെ കഴുകണ്ട, കഴുകിയില്ല, നീ ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ കൈയും തലയും കൂടെ കഴുകിക്കോളാനാണ് പറഞ്ഞത്. കൈയും തലയും കഴുകുക. അതിന് 2 കാരണമുണ്ട്, അത് പറയാൻ പറ്റത്തില്ല, ഇപ്പം പറ്റത്തില്ല. ശുദ്ധീകരണത്തിലേക്ക് അടുത്തത് വരുമ്പം യോഹന്നാൻ പല സമയങ്ങളിൽ യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കാൻ ആഗ്രഹമുണ്ടായി, പക്ഷെ അവസരം ഒട്ടും ലഭിച്ചില്ല. അതുപോലെ ബിസിയായിരുന്നു യേശു. ഇപ്പോൾ ഒരു അവസരമാണ്, ഈ മാളിക മുറിയിൽ നിറങ്ങുന്നത് വരെ യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുക. അതുപോലെ സ്നേഹം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒരുത്തൻ്റെ ഹൃദയമായിട്ട് സാത്താൻ പോയി. ആമേൻ. ഹല്ലേലൂയ. മാളിക മുറിക്കകത്ത് നിന്ന് സാത്താൻ കൊണ്ടുപോയെങ്കിൽ വിചാരിച്ചോണം ഇവിടെ നിന്നും കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹൃദയം എവിടെ ഇരിക്കണം?
ഹൃദയം ഇവിടെ ഇരിക്കണം. മാളികമുറിക്കകത്ത് ഇരുന്നാൽ രക്ഷപ്പെട്ടോണ്. അവിടെ ഒരു സത്യം പറഞ്ഞ ഒരു ഇതുണ്ട്. നീ ഇപ്പം ഞാനൊരു അപ്പക്കണ്ണം മുക്കി നിനക്ക് തരിക, ഇതുമായിട്ട് പൊക്കോ, നീ എന്നെ ഒറ്റിക്കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം നീ നിനക്ക് കിട്ടിയ സമ്പത്ത് നീ എറിഞ്ഞു കളയും. ഇത് പോയി ചാകരുത്, തിരിച്ചു വരാൻ പറ്റിക്ക് വന്നോണം. പത്രോസിന് കിട്ടിയ അവസരം ഇതാണ്. ഒറ്റിക്കൊടുത്തെന്നൊക്കെ നേരെ, പക്ഷെ തിരിച്ചു വന്നു പുള്ളി. ആമേൻ. തിരിച്ചു വരും. വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിച്ചാൽ ക്ഷമിക്കില്ല, യേശുവിനോട് വിരോധമായി പറഞ്ഞാൽ ക്ഷമിക്കും. കാരണം അവൻ കാൽവറിയുടെ ഗിരിമുകളിൽ തകർക്കപ്പെട്ടത് ഏറ്റവും വലിയ പാപങ്ങൾക്ക് മറുവിലയായിട്ടാണ്. യൂദാ നിന്നോടും ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ മടങ്ങി വരണം. ആ യൂദാ കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഇതിനകത്ത് ഏതെങ്കിലും യൂദാമാരുണ്ടെങ്കിൽ ഇന്ന് പകല് എനിക്ക് പറയാനുള്ളത്, ഒറ്റിക്കൊടുത്തു, പക്ഷേ ഇന്ന് പകൽ തിരിച്ചു വരണം. സ്നേഹം അതിനകത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി അവൻ ശാസ്ത്രിമാരെയും പുരോഹിതന്മാർക്കും എതിരെ പറഞ്ഞ് ഉറപ്പിച്ച പണത്തിനൊത്തവണ്ണം കാണിച്ചു കൊടുക്കാനുള്ള പ്ലാൻ നിശ്ചയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാളികമുറിക്കകത്ത് സ്നേഹത്തിൻ്റെ ഒഴുക്ക് നടക്കുക. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ സഭയ്ക്കകത്തും സ്നേഹത്തിൻ്റെ ഒഴുക്ക് നടക്കും. പലർക്കും ആമേൻ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയുന്ന രൂപഭാവത്തിലേക്ക് നിന്റെ മനസ്സിനെ കർത്താവിനെ ടേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ വീടിൽ കയറി ചെല്ലാൻ പത്രോസിന് കഴിയുന്നില്ല. പക്ഷെ കർത്താവ് വെളിപ്പാട് ഉപയോഗിച്ച് അവൻ്റെ മനസ്സിനെ തിരിക്കുകയാണ്. കണ്ണ് തള്ളുക. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടുണ്ട്, കണ്ണ് തള്ളുകയാണ്. ഹല്ലേലൂയ. യഹൂദന്മാരുടെ കൂട്ടത്തിൽ മാത്രം പ്രസംഗിച്ചിട്ടുള്ള ഈ മനുഷ്യൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ യവനന്മാരുടെ ഒരു കൂട്ടം കണ്ടിട്ട് അവിടെ അതിശയിച്ചു പോയി. ദൈവം പറഞ്ഞതാണെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യെരൂശലേമിൻ്റെ മാളികമുറിക്കകത്ത് ഇറങ്ങി വന്ന അതേ ആത്മപകർച്ച, ഹല്ലേലൂയ, ആ കൂടാരത്തിനകത്ത് കൊർന്നല്യോസിന്റെ വീട്ടിലും അയച്ച പരിശുദ്ധാത്മ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ടേൺ തിരിഞ്ഞു. ജാതികളുടെ തുറന്നുവരവുകൾ സഭയിലേക്ക് സംഭവിക്കപ്പെടാൻ തുടങ്ങി. ഞാൻ പ്രവചിക്കുന്നു, സഭയെ നോക്കി, എടുത്തു പറയാൻ സമയമില്ല. ജാതികളുടെ കെട്ടുകൾ പൊട്ടിക്കാൻ കർത്താവ് താൻ പ്ലാനിടുകയാണ്. ആൻസം പാസ്റ്റർ പറഞ്ഞൊരു ദൂത് നിങ്ങൾ പോയി കേൾക്കണം. എങ്കിലും നിങ്ങൾ കേൾക്കാത്തവരോട് ഞാൻ ഒരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഒതുക്കപ്പെട്ട സ്ത്രീകൾ പുറത്തു വരുമെന്നാണ്. ഹല്ലേലൂയ. സ്ത്രീകളെ ശുശ്രൂഷകരായി എഴുന്നേൽക്കും. ആമേൻ. അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ ചാടി ഇറങ്ങി ഓടിയത്. അപ്പം അതിനകത്ത് പുള്ളി പറഞ്ഞു, ഇത് കേട്ടിട്ട് ആമേൻ പറയാതെ ചിലരിനകത്തിരിപ്പുണ്ട്, നിന്നെ ഈ ശുശ്രൂഷയ്ക്കകത്തുനിന്ന് പുറത്ത് കളയണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഒരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒതുക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. നീ വീടിനകത്ത് അടുക്കളയിൽ പെരുമാറാനുള്ള ആളല്ല. അദ്ദേഹം പറഞ്ഞ വെളിപ്പാട് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. ഈ മക്കതോനിയും കോളിങ്ങിനകത്തേക്ക് ഈ മനുഷ്യൻ കയറുമ്പോൾ, ഹല്ലേലൂയ, അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഈ കോളിങ് അതൊരു പാസ് ഓവറാണ്. ഹല്ലേലൂയ. അതൊരു കടന്നുകയറ്റമാണ്. കടന്നു കയറിയപ്പോൾ പിന്നെ തുറക്കുന്ന മൊത്തം സ്ത്രീകളാണ്. ഇനി സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും കൂടെ നിൽക്കാനാണെങ്കിലും തുറക്കുന്ന മൊത്തം സ്ത്രീകളാണ്. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ പോയത് കേട്ടാൽ മതി, നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ മാത്രം ഇട്ടാൽ മതി, ഇട്ടു തരികയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കിക്കോ, ഒരു പ്രവചന ശബ്ദം കേരളത്തിൻ്റെ അഴയിൽ പൊങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യൻ മണ്ണിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മുഖ്യമന്ത്രി, അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു സ്ത്രീയാണ്. അവൻ ലൈവിൽ പോകുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ പറയാണ്, ഇത് അടുത്ത 5 വർഷം തികയ്ക്കത്തൊന്നുമില്ല. അടുത്ത 1.5 വർഷത്തിനകത്ത് ഇത് താഴെ പോയിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന പ്രവചനമാണ്, ഞാനല്ല, പറഞ്ഞിട്ടിരിക്കുന്ന പ്രവചനമാണ്. അതിലേക്കുള്ള സാഹചര്യങ്ങൾ ഓട്ടുചോരിയെപ്പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വസിക്കാൻ മടിയില്ലാത്തവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങട്ടെ. എല്ലാ മേഖലയിലും സ്ത്രീകൾ ശുശ്രൂഷയിലേക്ക് ഉയർന്നു വരുന്ന, ഈ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയോടെ പറയാം, കൃപാവരങ്ങൾക്കകത്ത് ജ്വലിച്ച് ഒരു കൂട്ടം സ്ത്രീകൾ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താണ്. ബാക്ക് വേഡിലേക്ക് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും അടുക്കളയ്ക്കും വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവർ മുന്നിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ജാതികൾ, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് കയറുന്നതിന് മുമ്പ് ഈ ഒരു എക്സോട്ടേഷൻ, ഈ ഒരു പുറപ്പാട് കർത്താവ് തെളിയിച്ചു കൊടുത്തെങ്കിൽ ഈ കാലഘട്ടത്തിലും അന്ത്യ കാലഘട്ടത്തിൻ്റെ ഏജിൽ ഇത് സംഭവിച്ചിരിക്കും. കരമടിച്ച് സന്തോഷിക്കുക. ഇതിനകത്ത് അങ്ങനെ
ഞാൻ ഒരു പ്രവചനോട് പറയാം, സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇതിനകത്ത് സ്ത്രീകളുണ്ടാകും. പലപ്പോഴും ഇതിനകത്ത് കൂടി വരുന്നത് പുരുഷന്മാരാണ്. പക്ഷേ ഇന്ന് പകരം ഞാൻ ഈ ഒരു സൈഡിലോട്ട് തിരിഞ്ഞു എന്നൊരു പ്രവചനം പറയുകയാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരുപാട് പേര് ശുശ്രൂഷകരായി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരെ ദൈവാത്മാവ് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രവചിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. മാളികമുറിക്കകത്ത് ഹല്ലേലൂയ സംഭവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനകത്തെ അവസാനത്തെ ഒരു ഭാഗോടെന്ന് പറഞ്ഞ് ഈ ഭാഗം ഒന്ന് വിടുകയാണ്. അതൊരു മഹത്വമാണ്. ഹല്ലേലൂയ. പിതാവ് തൻ്റെ പുത്രനായ കർത്താവിനോട്, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഗാഡ്, അകത്തിരിക്കുന്ന ആത്മാവാകുന്ന പിതാവ് യേശുവിനോട് പറയാണ്, ടൈമായി, ക്രൂശിക്കപ്പെടേണ്ട സമയമായി. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു വാക്ക്, നീ മഹത്വപ്പെടേണ്ട സമയമായി. ആക്ച്വലി ടൈം എന്തോ ക്രൂശീകരണത്തിൻ്റെ സമയമായി എന്ന് പറയുമ്പോൾ എന്തുവാണ്? മഹത്വീകരിക്കപ്പെടേണ്ട സമയമാണ്. ഈ അടുത്ത ആഴ്ചയെങ്കിലും പറയാമെന്ന് വിചാരിച്ചത് വന്നതുകൊണ്ട് പറയുകയാണ്. മഹത്വം എന്ന വാക്കിന് ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും ഇടുന്നത് ഇമ്മോർട്ടാലിറ്റി, അല്ലേ, തേജസ് മുഖത്ത് വരുന്നത് പോലെ, വെളി വരുന്നത് പോലെയൊക്കെയാണ്. പക്ഷേ ഇതൊരു റിസൾട്ടാണ്, അതൊരു റിസൾട്ടാണ്. ഹല്ലേലൂയ. ഈ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്ന ക്ഷയമില്ലാത്തൊരവസ്ഥ, ശരീരത്തിലേക്ക് അദ്രവത്വത്തെ അവകാശമാക്കുന്ന ഒരു റിസൾട്ടാണ്. പക്ഷേ ഇതിനൊരു പ്രോസസ്സിംഗ് ഉണ്ട്. സത്യത്തിൽ ദൈവം മഹത്വം എന്ന് പറയുന്നതിന് ബൈബിൾ എടുത്തു വെക്കുന്ന 3 പദങ്ങളുണ്ട്, 3-ലധികം പദങ്ങളുണ്ട്. എങ്കിലും 3 പദത്തിലെ 3 ഞാൻ വെറുതെ പറഞ്ഞു വിടാം, നിങ്ങൾ കേട്ടോണം. 1 അനുസരണം എന്ന് പറ, 1 അനുസരണം, 2 സ്നേഹം, 3 ഐക്യത. ഈ പുസ്തകത്തിനകത്ത് ഇവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? പിതാവിനെ പുത്രൻ അനുസരിക്കുന്നത് പോലെ നാമും അനുസരിക്കാൻ തയ്യാറായാൽ ആ മഹത്വം നമ്മുടെ മേൽ. അതിനകത്ത് ആ ഒരു പ്രോസസ്സിങ് പറയാം. കർത്താവേ ഞാൻ എങ്ങനെയാണ്, പിതാവേ ഞാൻ എങ്ങനെയാണോ നീ എന്നെ അയച്ചിരിക്കുന്നത് പോലെ എനിക്ക് തന്നവരെ ഞാൻ അയക്കാൻ പോവുക. അപ്പം നീ എങ്ങനെയാണോ എന്നെ അയച്ചത് അങ്ങനെ ഞാൻ ഇവരെ അയക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണോ നിന്നെ അനുസരിച്ചത് അങ്ങനെ ഇവരെന്നെ അനുസരിക്കും. എങ്ങനെ അത് പറ്റുമെന്ന് അതിനാണ് ഈ ആത്മാവിൻ്റെ സഹായം വരുന്നത്. ഹല്ലേലൂയ. അനുസരണം ഉള്ളെടുത്ത് ഗ്ലോറി വെളിപ്പെടും. ആമേൻ. അവിടെ ഒരു പുതിയ കൽപ്പനയെ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പഴയ കൽപ്പനകളെ മുഴുവൻ ഒരൊറ്റ വാക്കിനകത്ത് കൊണ്ടുവന്നു. 13 വാക്യത്തിന്റെ അവസാനത്തേക്ക് വരാൻ നേരത്ത് ഹല്ലേലൂയ താഴ്ത്തു പറയും, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങളോട് പറയുന്നു, തമ്മിൽ സ്നേഹിക്കുക. അതിന് മാതൃകയുണ്ട്. മാതൃക ഇതാണ്, ഞാൻ എങ്ങനെയാണോ പിതാവിനെ സ്നേഹിച്ചത് അതുപോലെ തന്നെ വേറെ രീതിയിലല്ല, അതുപോലെ തന്നെ ഇവർക്കെന്നെ അനുസരിക്കാൻ പറ്റും. ആമേൻ. യേശു അതിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ പിതാവിൻ്റെ അടുക്ക പോയെന്നും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് അനുസരണത്തോടുള്ള ബന്ധത്തിൽ വരുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഭാഗം ഇത് വിശാലമായി ഞാൻ പിന്നെ ശുശ്രൂഷിക്കാം. എങ്കിലും ഞാൻ രണ്ടാമത്തെ ഭാഗം പറയാം. സ്നേഹം. ഞാൻ എങ്ങനെയാണോ പിതാവിനെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ യേശു അത് പറയുന്ന മറ്റൊരു രൂപത്തിലാണ്, പിതാവ് എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ പിതാവിനെ സ്നേഹിച്ചത്, പിതാവ് എങ്ങനെയാണോ എന്നെ സ്നേഹിച്ചത് അതുപോലെ നിങ്ങളെയും. ഒന്ന് പറ, സ്നേഹം ഒഴുകട്ടെ ഇന്ന് പകൽ. സ്നേഹത്തിൻ്റെ ഒഴുക്ക് നടക്കുക നിങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകട്ടെ. അതിന് യേശു പറയുന്നൊരു കാര്യമാണ്. യേശു പറയുന്നൊരു ഭാഗമുണ്ട് 17-ാം അധ്യായത്തിനകത്താണ് കാണുന്നത്. ആ വാക്കിങ്ങനെയാണ്, നീ എനിക്ക് തന്ന ജനം എൻ്റെ ഉള്ളിലിരിക്കുകയാണ്. നീ എനിക്ക് തന്ന ഈ വെളിപ്പാടൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞാണ്. നീ എനിക്ക് തന്ന ജനം അല്ലെ ഇൻ ക്രൈസ്റ്റ്, അല്ലേ? ആണല്ലോ, അങ്ങനല്ലേ? ഇൻ ക്രൈസ്റ്റ് അഥവാ മരിക്കപ്പെട്ട ആത്മാവിനെ ക്രിസ്തു ഇറങ്ങിച്ചെന്ന് അവൻ്റെ ഉള്ളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ കൊണ്ടിരുത്തി? സ്വർഗത്തിൽ കൊണ്ടിരുത്തി. എന്നിട്ട് പറയണം, ഉയരത്തിലെ ചിന്തകളാൽ നിന്നെ നിർമ്മിച്ചോണം, ഭൂമിയിലുള്ളതല്ല. കൊലോസി ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, നിന്നെ ഉയരത്തിലുള്ള ചിന്തകളാൽ നിന്നെ അപ്ഡേറ്റ് ചെയ്തോണം. നമ്മൾ എന്നാന്നറിയോ, ഉയരത്തിലെ ചിന്തകൾ, ഉയരത്തിൻ്റെ ആത്മാവ് വന്ന് ഭൂമിയിലെ ചിന്തകളിൽ നടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഹല്ലേലൂയ. ഉയരത്തിലെ ചിന്തകളാൽ നിന്നെ അപ്ഡേറ്റ് ചെയ്താൽ നീ നടക്കുന്നിടത്ത് ദൈവപ്രവൃത്തി സംഭവിക്കും. അന്നാലോചിക്കണം, ദൈവരാജ്യം പണിയാൻ വേണ്ടി ദൈവരാജ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ആത്മാവാണ് നിങ്ങൾ എന്ന് പറഞ്ഞ്, ദൈവരാജ്യം പണിയാൻ വേണ്ടി ദൈവരാജ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ആത്മാവാണ് നിങ്ങൾ. ഇപ്പോൾ ആ ക്രിസ്തുവിനകത്തിരുത്തി നിന്നെ ഈ ശരീരത്തിനകത്ത് നിർത്തിയിരിക്കുക.
ആമേൻ. ഇപ്പം നീ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഞാനും ക്രിസ്തുവും ഒരുമിച്ചാണ് എവിടെ നിൽക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആമേൻ. അപ്പൊ നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ല, പിന്നെ ക്രിസ്തുവുണ്ട്. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഞാൻ ചെറിയ വാക്കുകളിലൂടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ പുത്രനോടൊപ്പം, ഭൂമിയിലാണെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണ്. ആമേൻ. മനസ്സിലായില്ല? ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോവുകയാണ്. ഇത് എവിടെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോവും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്ന് പറഞ്ഞാണ്ട്, ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ. ഈ സ്വർഗവും എനിക്ക് അവകാശപ്പെട്ടാണ്, ഭൂമി എനിക്ക് അവകാശപ്പെട്ടാണ്. വേണ്ടവരെടുത്താൽ മതി, വേണ്ടാത്തവർ ഇനി അന്നേരം ഞാൻ കൊണ്ടുപോകാം. ആമേൻ. സ്വർഗവും നിനക്ക് അവകാശപ്പെട്ടതായിരുന്നു. എന്നിട്ട് ഈ ഭൂമിയിലുള്ള ഒരു പ്രതിമയുണ്ടാക്കി, ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തൊരു പ്രതിമയുണ്ടാക്കി എന്നെ അവതാക്കി. അപ്പൊ ഞാൻ ആരാണ്? പുതിയ നിയമത്തിൽ ഒരു വാക്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പറയാം, നിങ്ങൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും. ഇപ്പൊ നിങ്ങൾ എവിടെ ഇരിക്കുക? ശരീരത്തിലിരിക്കുക. അപ്പൊ നിങ്ങൾ ആരാണ്? അപ്പൊ ആ വാക്കാണ് ഞാൻ അവിടുന്ന് പറഞ്ഞു വരുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പം അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ, അദൃശ്യമണ്ഡലത്തിൽ, സ്വർഗത്തില് നിർമ്മിച്ച നിന്നെ ഇതിനകത്തേക്ക് ആക്കിയതാണ്. ശരീരത്തിന് ഇതാക്കിയതാണ്. ഈ ഭൂമിയിലെ ചിന്തകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, ഇതിൽ നിന്ന് തിരിയണം. നിങ്ങൾ യഥാർത്ഥ പ്ലാനിലേക്ക് തിരിയണം. അതാണ് ജ്ഞാനത്തിന്റെ വരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പരിജ്ഞാനത്തിന്റെ വരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ തിരിയണം. വിവാഹം കഴിച്ച് കുട്ടികളുമായി കേവലം ജീവിതം ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിയണം. ഇതല്ല, ഇതിനേക്കാൾ ഒരു വലിയ പദ്ധതി ഉള്ളവനാണ് നീ. ഈ ഭൂമിയിൽ ഒരു താൽക്കാലിക വാസമാണ്, നിത്യമായി അല്ലെങ്കിൽ ഒരു വാസമുണ്ട്. ആത്മാവാണ് ഇപ്പം ഇതിനകത്തിരിക്കുന്നത്. അതാണ് കർത്താവ് ഇതിനകത്തൂടെ പറയുന്നത്. നീ അദൃശ്യമണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവായിരുന്നു, ഭൂമിയിലേക്ക് നിന്നെ ആക്കിയതാ. ഭൂമി വന്നു. ഹല്ലേലൂയ. ആദാമിലൂടെ പാപം കയറിയപ്പോൾ നിന്റെ തല അടിച്ചുപോയി. നിന്റെ ദൈവത്തിന്റെ പ്ലാൻ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ പ്ലാൻ അല്ലെങ്കിൽ അവനിൽ അവതരിപ്പിക്കാൻ പറ്റാതായി. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്നവനെ വീണ്ടെടുത്തപ്പോൾ, ഹല്ലേലൂയ, നീ വീണ്ടും ആ സ്വർഗത്തിലേക്കും ആ ഭൂമിയിലേക്കും ഒരുപോലെ കണക്റ്റഡായി. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? സ്വർഗത്തിലും ഭൂമിയിലും ഇപ്പം അധികാരിയാക്കാൻ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ യേശു കർത്താവ് പറയുന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ഹല്ലേലൂയ, എൻ്റെ മേൽ നിക്ഷേപിക്കപ്പെട്ട അധികാരം നിങ്ങളിലേക്ക് തന്നതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കാരണം ഈ ശാരീരിക ബലഹീനമായ ശരീരത്തിലുള്ള പണി തീരാൻ പോകുകയാണ്. നിത്യവാസത്തിൻ്റെ ആ ലൈഫ് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ആരംഭം കുറിക്കുന്ന ഒരു വിളംബരമാണ് സുവിശേഷത്തിൻ്റെ ശബ്ദം. അതിലേക്ക് ഈ ജനം മുഴുവൻ തിരിയും. അതിലുള്ള അറ്റംപ്റ്റാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അവനവൻ്റെ മക്കളെ തിരിച്ചു കിട്ടണം എന്നുള്ളത്. സകല ജാതിയിലേക്കും ഭാഷയിലേക്കും പോയവരെ തിരിച്ചു വിളിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് റെഡിയായി നിൽക്കുക. അതിനുവേണ്ടിയാണ് ഭൂമിയിലെയും സ്വർഗത്തിലെയും സഭയുടെയും കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയുന്നിടത്ത് വിടുതലുകളുണ്ട്. ഞാൻ ഒരു വാക്ക് സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആത്മാവാണ്. ആത്മാവ് നമ്മളെന്ന ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഇവർ 3 പേരും അല്ല 4 പേരും ഇപ്പോൾ ഒന്നാണ്. ആ വാക്കാണ് യേശു പറയുന്നത്, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ. ആരാ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന്. ഒന്നാകാൻ തടസ്സങ്ങളില്ല. ഇപ്പൊ ഇവിടെ ഒന്നാകാൻ തടസ്സങ്ങളില്ല. നിങ്ങളുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തു പറയുന്ന സ്നേഹത്തെക്കുറിച്ച് ഉള്ള വാക്യതാണ്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഇത് സത്യം പറഞ്ഞാൽ പിതാവ് അറിയാൻ വേണ്ടി പുത്രൻ പിതാവിനോട് പറയുന്നതല്ല, നമ്മൾ അറിയാൻ വേണ്ടി പിതാവിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കും.
ഉറപ്പെന്തുവാ? ഞാനാണ് ഉറപ്പ്. പുത്രൻ പറയും ഞാനാ. എന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ ആ സ്നേഹം നിങ്ങളുടെ മേൽ വെളിപ്പെടും. അല്ല, നിങ്ങളിത് എടുക്കുന്നില്ല. എടുക്കണം, ദഹിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അറിയാൻ പറ്റാത്ത സ്നേഹം നിന്നിലൂടെ അവതരിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കൃപയും സ്നേഹവും ഈ ദേശത്തിൻ്റെ അകത്ത് വെളിപ്പെടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണെങ്കിൽ ഈ സ്നേഹം നിങ്ങളുടെ അകത്തുനിന്ന് ദൈവം ഒഴുക്കിയിരിക്കും. ഐക്യതയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു ഐക്യതയുണ്ട്. ആരാ? പിതാവും പുത്രനും. ഇതെവിടെ വെളിപ്പെടണം? സഭയിൽ വെളിപ്പെടണം. ഇത് സഭയിൽ വെളിപ്പെട്ടാലേ ഇതിൻ്റെ പൂർത്തീകരണം സംഭവമുള്ളൂ. വെളിപ്പെടുവോ? വെളിപ്പെട്ടേ പറ്റൂ. വെളുപ്പമെന്നൊരു ചോദ്യം. ഇതിപ്പോൾ പ്രവാചകനോട് പോയി അസ്ഥി ജീവിക്കുമെന്നൊന്നും ചോദ്യമൊന്നുമില്ല. വെളിപ്പെട്ടേ പറ്റൂ. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അസ്ഥി ജീവിച്ചിരിക്കും. ചോദ്യത്തിന് നീ പറഞ്ഞില്ല, അടുത്ത പ്രവാചകനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ആമേൻ. ഇന്ന് പകലിരിക്കുക, വിശ്വാസത്തോടെ പറയുക, ദൈവം ഈ സ്നേഹത്തെയും അനുസരണത്തെയും ഐക്യതയും ദൈവം ഇതിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. മനസ്സ് മടിക്കരുത്. ജ്ഞാനത്തിൻ്റെ വചനത്തിനകത്തേക്ക്, പരിജ്ഞാനത്തിൻ്റെ വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരികയാണ്. ഞാൻ ഈ ഒരു ഭാഗോടെ ഇതിനു മുമ്പ് വെച്ചതിൻ്റെ പിന്നെ കാര്യം, നിങ്ങൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധം വേണം. കേവലം മനുഷ്യരല്ല. ഓക്കെ, എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് ഹല്ലേലൂയ ആ ഭാഗത്തേക്ക് വരാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും, ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. ഇപ്പോൾ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ല, ആത്മാവില്ലാതിരുന്ന ആ മാളിക മുറിയിൽ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല. പക്ഷേ വഹിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അതുകൊണ്ടൊരു കാര്യം, നിങ്ങളോടുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു കോൺഫിഡൻറ്റ്, വചനം എനിക്ക് നൽകുന്ന കോൺഫിഡൻറ്റ്, നിങ്ങളിത് കേൾക്കാതിരിക്കുന്നതോ താല്പര്യമില്ലാതിരിക്കുന്നതോ ഒരു വിഷയമല്ല. മറിച്ച് എന്താണെന്നറിയാമോ? അത് ലേറ്റ് ആക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കോൺഫിഡൻറ്റ്, വചനം എനിക്ക് നല്ല കോൺഫിഡൻറ്റ്, ആത്മാവ് വന്നാൽ ഇതിൻ്റെ പ്രാപ്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കും. ആമേൻ. ഇതെല്ലാവരുടെ അകത്തേക്ക് നിറയ്ക്കുക. എല്ലാവരും കേവലം ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സ്ത്രീകളെ അടുത്തൊരു ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുക്കളയിൽ കറിക്കറിയാനുള്ള ആൾ മാത്രമല്ലെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറണം. ബുദ്ധിക്കകത്ത് പ്രകാശിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞ ബുദ്ധിയിൽ, ബാക്കിയല്ല ബുദ്ധി അബലമാക്കി വരുന്ന കാര്യമാണ്. ഇത് ബുദ്ധിക്കകത്ത് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് ദൈവം എന്നെ കണ്ടതാണെന്ന്? ഹല്ലേലൂയ. അതുകൊണ്ട് ഒതുങ്ങാൻ താല്പര്യമില്ല. അവിടെ ഒതുങ്ങാതെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ കഞ്ഞി വെക്കാതെ ഇറങ്ങി പോകരുത് കേട്ടോ. എന്നിട്ട് എന്നോട് വന്ന് പാസ്റ്ററോട് വന്ന് വെള്ളം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. ഞങ്ങളെ കണ്ടിരിക്കുകയാണ്, വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറയല്ലേ. ഉണ്ടാക്കണം. നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്തിട്ട് വേണം ഈ ശുശ്രൂഷയ്ക്കകത്ത് ഇറങ്ങണം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും ഞാൻ പഞ്ചാബിൽ ചെന്നപ്പം അവരുടെ അടുക്കളയ്ക്കകത്ത് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറയാണ്, ഇവിടെ തീ കത്തിച്ചിട്ട് 6-7 മാസമായി. ഞാൻ പറയാൻ ഇവിടെ തീ കത്തിക്കാറില്ലേ? അവരാണ് എല്ലാവരും ബിസിയാണ്. ഞാൻ നോക്കിയപ്പോൾ ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. രാവിലെ ഈ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും ഇവർക്ക് മീറ്റിംഗ് ഉണ്ട്. ഇവരുടെ ചർച്ചിൻ്റെ തന്നെ മീറ്റിംഗ്, അത്രയും വലിയൊരു ചർച്ചയാണ്. എല്ലാ ദിവസവും ശുശ്രൂഷ ഉള്ളതുകൊണ്ട് വീട്ടിൽ ആഹാരം വെക്കാനുള്ള സമയം ഇവർക്ക് കിട്ടാറില്ല. രാവിലെ എല്ലാവരുടെ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ 3 പേരും 3 സ്ഥലത്തോട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് രാത്രിയിലാണ്. അപ്പം ഇവർക്കുള്ള ഫുഡ് ചർച്ചുകാരാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അവർ നേരത്തെ. അപ്പോൾ എന്നോട് പറയും, 6 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ പണിയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പം സമയം കിട്ടാറില്ല. അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്തേക്കണം. വേറൊരാളെന്ന് പറഞ്ഞാൽ ജോലിക്കാരെ ആകാവുള്ളൂ, വേറെ ആരെയും അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ ആത്മാവിൽ പറയട്ടെ, വിശ്വാസത്തോടെ പറയട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ വളരാൻ കർത്താവ് ഭാഗ്യം നൽകട്ടെ. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കേട്ടോ, വേറൊരാളെ നമ്മൾ സഹായത്തിന് ക്ഷണിക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി സഹായികൾ നമ്മുടെ ചർച്ചിനകത്ത് ഉണ്ടാകട്ടെ. സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ആൾ വരട്ടെന്ന്. ഹല്ലേലൂയ. പുതിയ ആൾക്കാരെ ദൈവം കൊണ്ടുവരട്ടെ. ഇതിനകത്ത് തന്നെ ചർച്ചിൽ ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനായി ദൈവം ശുശ്രൂഷകന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്. അപ്പം വഹിക്കാൻ കഴിയുന്ന ഒരു പ്രായത്തിനകത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. മാനദണ്ഡം പരിശുദ്ധാത്മാവ്. ആത്മാവ് കിട്ടിയവരെല്ലാം കര ഉയർത്തി സ്വതന്ത്രം ചെയ്ത് പലരും അറിഞ്ഞില്ല. ആത്മാവ് ലഭിച്ചവർ, ആത്മാവിന് അവസരം കൊടുക്കുന്നവരെന്ന് കൈവെക്കുക. കൈവെക്കണ്ട, അത് വിഷയാവും.
ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പകലിന് അവസരം കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? പകൽ എഴുന്നേറ്റിരിക്കുന്നവർ എത്ര പേരുണ്ട്? പകൽ എഴുന്നേറ്റിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുക എന്നുള്ളത്. പകലിന് അവസരം കൊടുക്കാത്തവൻ അറിയാം എന്തുവാ, സൂര്യൻ ഇല്ല എന്നാ. അവൻ ആ സൂര്യനെ കാണുന്നുണ്ടോ? ഇല്ല, അവൻ സൂര്യനെ കാണുന്നില്ല. പകൽ കിടന്നുറങ്ങുന്നവൻ, പകൽ എന്താണെന്ന് അറിയാത്തവൻ എന്തോ സൂര്യനെ കാണുമോ? ഇല്ല. എന്ന് പറഞ്ഞ് സൂര്യൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ദിവസവും വരുന്നുമുണ്ട്, എല്ലാ ദിവസവും നല്ലൊരു വെട്ടം തരുന്നുമുണ്ട്. നീ അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്നാണെന്ന് മനസ്സിലാകണമല്ലോ. പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പറഞ്ഞ് ഈ കസേരയ്ക്കൊക്കെ തമിഞ്ഞിരുന്ന് പോകരുത്. ഹല്ലേലൂയ. ആ ആത്മാവ് ഇവിടെ പരിവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, സാത്താൻ്റെ കാൽസ്പർശം ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അതിശക്തമായി സൃഷ്ടിക്കപ്പെട്ട ഭൂരഹിതമായി അല്ലെങ്കിൽ അവലക്ഷണമായി പോയ ഭൂമിയെ ഹല്ലേലൂയ ആഴങ്ങൾക്കകത്തിട്ട് സംരക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു. ഇവിടെ ഡോക്ടർമാരില്ലല്ലോ, ശരിയാണോ ഇല്ലയെന്ന് നേഴ്സുമാരുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ ഫാർമസിസ്റ്റംസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ 70%, 70ആണോ 60ആണോ 80ആണോ എന്ന് അറിയത്തില്ല, വെള്ളമാണ്. എന്താണ്? വെള്ളമാണ്. ശരിയല്ലേ? റൈറ്റ്? വെള്ളമാണ്. ഹല്ലേലൂയ. അപ്പം ഒരു പരീക്ഷണം ഒരാൾ നടത്തുകയാണ്. ഒരു അകത്ത് നിന്ന് എടുത്ത വെള്ളം രണ്ടായിട്ട് വേർതിരിക്കുന്നു. ഒന്നിനോട് നീ കൊള്ളത്തില്ല, നീ നശിച്ചതാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുതിനോട് പറയും യു ആർ വെരി ബ്യൂട്ടിഫുൾ, നീ വളരെ നന്നായിരിക്കുന്നു, നിന്റെ കളർ നല്ലതാണ്, നിനക്ക് നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഹല്ലേലൂയ ഉപകരണം വെച്ച് പരിശോധിച്ച് നോക്കിയപ്പം നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞെല്ലാം ഡാർക്കായിട്ടിരിക്കുന്നു, അണുക്കൾ നിറഞ്ഞിരിക്കുന്നു. മറ്റത് ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ അതൊരു ഈ ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയ ഒരു തെളിവാണ്. അങ്ങനെയാണെങ്കിൽ 70% വെള്ളമുള്ള നിന്നെ നോക്കി നീ തന്നെ പറഞ്ഞാൽ മതി നന്നാവുമെന്ന്. ആമേൻ. ഇത് പറയുന്നത് ആത്മാവിലാണെങ്കിൽ നന്നായിരിക്കും. ഒരു ടെൻഷൻ കയറി വരുമ്പോൾ ആ ദിവസം പോകുന്നത് പോലെയാണോ സന്തോഷം വരുമ്പം ആ ദിവസം പോകുന്നത്? ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. സന്തോഷിക്കാനുള്ള ദൈവം നിന്റെ വക അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ നോക്കി പറ നന്നാകുമെന്ന് പറ. നിന്നെ നോക്കി പറ നീ നന്നാകുമെന്ന് പറ. നീ കർത്താവിൻ്റെ വേലക്കാരനാണെന്ന്. നശിച്ച ജീവിതത്തിൻ്റെ എൻഡ് ഒരു സ്കൂൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിട്ട് ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉള്ളിൽ ബലം നൽകട്ടെ. ആമേൻ. മാനദണ്ഡം പരിശുദ്ധാത്മാവാണ്. പകല് വരുന്നുണ്ട്, അറിയാതെ കിടക്കുന്നവരെല്ലാം എഴുന്നേൽക്കുക. ദിസ് ഈസ് പകൽ, ഇത് പകലാണ്, ഇത് ഡേ ആണ്. ഈ പകല് നിന്റെ പകലുകളാണ്. ഈ പകലുകൾ നിനക്ക് സംസാരിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഈ പകലുകൾ നിന്റേതാണെന്നുള്ള തിരിച്ചറിവിൽ കർത്താവിൻ്റെ ശബ്ദമാകുക. നിന്നെ കർത്താവ് ഉപയോഗിച്ചിരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ഉണ്ട്, നിങ്ങളുടെ മേൽ ഉണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങളിൽ തന്നെ നിറവേറേണ്ടതാണ്. നിങ്ങളിൽ തന്നെ. ഒന്ന് കൈ ഉയർത്തി പറ. കൈക്ക് അനങ്ങട്ടെ. കൈ ഉയർത്തി പറ. മോനജ കൈ ഉയർത്തി പറഞ്ഞ ഇത് എന്നിൽ നിറവേറേണ്ടതാണ്. എത്ര ക്ഷീണത്തിൽ ഇരുന്നാലും നിന്നിൽ നിറവേറേണ്ടതാണ്. അല്ലേ? ഉറങ്ങിയ ആളെ തല കുത്തി താഴെ പോയി എഴുന്നേപ്പിച്ച് ഉയർപ്പിച്ചിട്ട് വന്ന് നിന്നോട് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാണ്. ക്ഷീണമൊക്കെ ഉണ്ടാകും, കുഴപ്പമില്ല. പക്ഷേ ഗെറ്റ് റെഡി, നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. അല്ലല്ലോ, ഇത് തന്നെയാണ് പത്രോസിനും പറഞ്ഞത്. നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കാതെ ഗെറ്റ് റെഡി, യു ഹാവ് ടു മിനിസ്ട്രി. നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. യു ഹാവ് ടു വാക്ക്. നീ പോകുന്നതിനകത്ത് മന്ദീഭവിച്ച് ഈ ഉറക്കക്ഷീണം ആ പടി കിടക്കുന്നവരെ ഇരുന്നോ, കുഴപ്പമില്ല. കാരണം മുന്നോട്ട് പോകാനുള്ള വഴികളിൽ നിനക്ക് ചില വാതിലുകൾ തുറക്കപ്പെടാനുണ്ട്. അല്പം മന്ദീഭവിച്ച് പോയാൽ മതി, നീ അറിയണ്ട. പക്ഷേ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്നുണ്ട്. ഇതൊരു പ്രവചന ശബ്ദമായിട്ടിരുന്നു. അല്പം മന്ദീഭവിച്ചിരുന്നാലും പേടിക്കണ്ട, നിന്നെ ഒരു ഉണർവിനകത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. നിന്റെ യാത്രകൾ, വഴികൾ, വാതിലുകൾ ദൈവം യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ വെളിപ്പാടിന്റെ മുമ്പിൽ തുറക്കട്ടെ. പരിജ്ഞാനത്തിന്റെ വചനം 3 കാലഘട്ടത്തെ തൊടുന്നതാണ്. ഭാവി, വർത്തമാനം, ഭൂതം. ഈ 3 കാലഘട്ടത്തിനകത്തുള്ള റൈറ്റ്, ശരിയായിട്ടുള്ള ഇൻഫർമേഷനാണ് ജ്ഞാനത്തിന് വചനം. നമ്മൾ പരിമിതരാണ്. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത് കേട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന്
ഇന്നലകളിൽ നടന്നുപോയതും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാനിരിക്കുന്നതും ഈ പരിജ്ഞാനത്തിൻ്റെ വചനത്താൽ നിന്റെ മുമ്പിൽ തുറന്നു വരും. നമ്മുടെ ദൈവം ടൈമിൻ്റെ ദൈവമല്ല, നമ്മുടെ ദൈവം ടൈമിന് വെളിയിലാണ്. സൂര്യൻ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നതല്ലേ ഒരു ദിവസം, അല്ലേ? ഭൂമി ഒന്ന് കറങ്ങുന്നതല്ലേ ഒരു ദിവസം? ഭൂമി സൂര്യൻ്റെ നേരെ ഒന്ന് കറങ്ങുന്നതല്ലേ ഒരു വർഷം? ആണല്ലോ, അതന്നെ വർഷം, അല്ലേ? അങ്ങനല്ലേ? ഓക്കെ, അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഗ്രഹവും ഈ സമയം തമ്മിൽ വ്യത്യാസമില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന് ഒത്തിരി ഈ ദൃശ്യമായ അന്തരീക്ഷത്തിന് വെളിയിൽ നിൽക്കുന്ന ആ ദൈവത്തിന് ഈ സമയമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമ്മളുള്ളത് കൊണ്ടുള്ള ബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് ഈ സമയത്തിനകത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ഈ സമയത്തിന് പുറത്ത് നിൽക്കുന്ന ജ്ഞാനത്തെ ദൈവം നിന്റെ അകത്തേക്ക് നൽകുന്നതാണ് പരിജ്ഞാനത്തിൻ്റെ വചനം. ലേഖനത്തിനകത്ത് പറയാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് ചേർത്ത് പറയാം, പണ്ട് ഭാഗമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ക്രിസ്തുവേശു മുഖാന്തരമായി ദൈവം വെളിപ്പെടുത്തുകയാണ്. ക്രൈസ്റ്റ് മുഖാന്തരമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് പകല് ഞാനൊരു ദൂത് പറയുന്നു, ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടാത്തത് നിങ്ങളുടെ തലയുടെ മേൽ ദൈവം തെളിഞ്ഞു വരും. ഈ ശാസ്ത്രം പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തെ ഈ വചനം പഠിച്ചപ്പോൾ ഞാൻ ഒന്ന് തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യം പഠിച്ചവരൊന്നും ശാസ്ത്രത്തിന് ദൈവവചനത്തിന് വിരോധമായിരുന്നില്ല. ഹല്ലേലൂയ. ഈ വചനം വായിച്ചപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി, ഈ പ്രകൃതി, ഈ പ്രപഞ്ചം ഒരു നിയമത്തിന് കീഴിൽ ഓടുന്നതാണെന്ന് മനസ്സിലായി. എങ്കിലും ആ നിയമത്തെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഈ പഠിത്തം തുടങ്ങിയത്. പഠിച്ചു വന്നപ്പോഴാണ് ഹല്ലേലൂയ ദൈവം ഇല്ലെന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. അവരല്ല, അതിൻ്റെ പിന്നെ വന്ന തലമുറകൾ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഈ അടുത്ത ദിവസം വിടാൻ പോകുന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിനകത്ത് വാക്കിങ്ങനെയാണ്, ഹല്ലേലൂയ, ഈ പഴയ കണ്ടുപിടുത്തങ്ങളൊക്കെ പുതിയ കണ്ടുപിടുത്തം വരുമ്പോൾ മാറിപ്പോവും. പക്ഷെ അപ്പോഴും പറഞ്ഞ വചനം അങ്ങ് നിൽക്കുകയാണ്. ആ വചനം അവിടെ നിന്ന് മുന്നോട്ടൊരു വലിയ പ്രോസസ്സ് നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശാസ്ത്രം ഓരോന്ന് തെളിയിച്ചുകൊണ്ട് വരത്തേ ഉള്ളൂ, വചനം മുമ്പേ അത് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം വചനം ശാസ്ത്രത്തെ തെളിയിക്കാനോ പ്രകൃതിയെ തെളിയിക്കാനുള്ളതല്ല. പറഞ്ഞു വിട്ടപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലത് കടപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതിനെ വെട്ടാൻ മാത്രം ശാസ്ത്രം വളർന്നിട്ടില്ല. ഇന്ന് പകലും ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, തെളിയുന്നത് മൊത്തം ഈ വചനം സത്യമാണെന്നുള്ളതായിരിക്കും. ഹല്ലേലൂയ. തെളിവുകൾ നിരത്തുന്നത് ആത്മാവ് ഉണ്ട് എന്നായിരിക്കാം. ഹല്ലേലൂയ. ഈ അടുത്തൊരു കണ്ടുപിടുത്തം വന്നു, ജീവൻ ഈ ഭൂമിയിൽ നിന്നല്ല ഉണ്ടായത്, പുറത്തു നിന്നാണെന്ന്. ഇതുവരെ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് അകത്തുനിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ കണ്ടുപിടിക്കുക, പുറത്തുനിന്നാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതെല്ലാം അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് വന്നതാണെന്ന്. ആമേൻ. നീ അവിടെ നേരത്തെ ഉലക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജ്ഞാനത്തിൻ്റെ തുടക്കം, പരിജ്ഞാനത്തിൻ്റെ തുടക്കം. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്. നീ ഈ ഭൂമണ്ഡലത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നീ ക്രിസ്തുവിനുണ്ടായിരുന്നു. പല തുടക്കങ്ങളും അസ്തമിക്കുന്ന രീതിയിൽ നിന്റെ ലൈഫിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുമ്പോൾ നീ അറിയണം, യു ആർ നോട്ട് എ ലിമിറ്റേഷൻ. നീ ഒരു ലിമിറ്റഡായ ആളല്ല. പരിധികൾ നിനക്കൊല്ല. പരിധികളില്ലാത്ത ഒരാളാണ് നീ. പരിമിതികൾക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. പരിജ്ഞാനത്തിൻ്റെ വരം ദൈവം നൽകുന്നു, പരിജ്ഞാനത്തിൻ്റെ വചനം നൽകുന്നത്. ഹല്ലേലൂയ. നീ ഒരു ലിമിറ്റഡായ ആളല്ലെന്ന് തിരിച്ചറിയണം. കാണാൻ അധികം കാഴ്ചകൾ നിനക്കില്ല. ഈ ഭൂമിയിലുള്ള ആൾക്കാർ കാണുന്നത് പോലെ ഒരു കാഴ്ച ഭൂമിയിലുള്ള ജീവികൾ കാണുന്നത് പോലെ ഒരു കാഴ്ച നിനക്കില്ല. ഹല്ലേലൂയ. അവർക്ക് കേൾക്കാൻ പറ്റുന്നതെല്ലാം നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവരുടേതായ കാഴ്ചയോ കേൾവിയോ സ്പർശനമോ ഒന്നും ഇല്ല. പക്ഷേ നിനക്ക് ആരുണ്ട്? നിനക്ക് ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ് നിന്നിലേക്ക് പകരപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം, ഇത് പകരപ്പെടുമ്പോൾ നീ ആരാണ് എന്ന്, നിന്റെ ദൈവം ആരാണെന്ന് യഥാർത്ഥമായൊരു ബോധം നിന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകലും നീ ആരാണെന്നും നിന്റെ ദൈവം ആരാണെന്നും അറിയാത്ത ഒരു ലിമിറ്റഡ് സീസൺ അകത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചറിയുക, ഈ പരിജ്ഞാനത്തിന്റെ വരം നിന്റെ അകത്ത് നീ ആരാണെന്നും നിന്റെ ദൈവം ആരാണെന്നും തെളിയിക്കുന്ന നിലവാരത്തിൽ ദൈവം വെളിപ്പെടുത്തും.
ഫൗണ്ടേഷൻ നമ്മളിട്ട അതേ വചനമാണ് കൊലോസ്യ ലേഖനം. അതിനകത്ത് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വരങ്ങളിലേക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. സമയം എൻ്റെ മുമ്പിൽ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ആ 1-2 ഭാഗങ്ങളൊന്ന് തുറന്നു കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വരം എവിടെ ഇരിക്കുന്നു? ഗുപ്തമായിട്ടിരിക്കുന്നു. ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത്. ഭൂമിയിലാകുമ്പോൾ ക്രിസ്തു എൻ്റെ ശരീരത്തിനകത്ത്, ആത്മാവിലാകുമ്പോൾ നീ ക്രിസ്തുവിനകത്ത്. ആമേൻ. യു ആർ സേഫ്. ഹല്ലേലൂയ. ഞാൻ ഈ 91 സങ്കീർത്തനം ഒരു വാക്യം മുമ്പ് എടുത്തുകൊണ്ടൊന്ന് ഓർക്കുന്നുണ്ടോ? ദൈവം എൻ്റെ ഭവനമാണ്, യഹോവ എൻ്റെ വാസസ്ഥലമാകുന്നു. കണ്ടില്ലേ? ക്രിസ്തു എൻ്റെ വാസസ്ഥലമാണ്. സോ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഐ ആം ഇൻ സേഫ് പ്ലേസ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന തിരിച്ചറിവ്, അതിൻ്റെ ശരിയായിട്ടുള്ള വചനത്തിൻ്റെ തുറന്നു വരവാണ് പരിജ്ഞാനത്തിൻ്റെ വചനം. ജ്ഞാനത്തിൻ്റെ വചനം ഇങ്ങനെ ലൈറ്റ് മിന്നുന്ന പോലെ ഒരു ബുദ്ധി തന്ന് മറഞ്ഞു പോകുമെങ്കിൽ, പരിജ്ഞാനത്തിൻ്റെ വചനം വന്നാൽ പോകത്തില്ല, അത് അതുവഴി തുടരുകയാണ്. നീ ആരാണെന്ന് തിരിച്ചറിയുന്ന നിലവാരത്തിൽ അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആരായിരുന്നുവെന്നും ഇപ്പോൾ ആരാണെന്നും ഇപ്പോൾ നിന്നിൽ എന്താണ് സംഭവിക്കുമെന്നും നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഉറപ്പ് ഈ പരിജ്ഞാനത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ മേൽ പ്രകടമായി വെളിപ്പെടും. ഞാനിത് പറയുന്നത്, ഇന്ന് രാവിലെ പറയുന്നത്, നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു റെവലേഷൻ ബുദ്ധിയുടെ മേൽ ഉണ്ടാകേണ്ടതാണ്. എൻ്റെ ഒരു കോൺഫിഡൻറ്റ് ആവുന്നത് പറയാം. അസ്ഥിയോട് വചനം പറയുകയാണ്. ആര്? എസെക്കിയേൽ. അസ്ഥി എങ്ങനെ കേൾക്കും? ചെവിയുണ്ടോ കേൾക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പറയാം, ഡോണ്ട് വറി, പറയുക. നീ പറയുന്നത് വചനമാണ്. വചനത്തിന് മെയ്ഡ് ചിലതിനെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാനിതിവിടെ റിലീസ് ചെയ്യുകയാണ്. ആരൊക്കെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഐ ഹാവ് ടു സ്പീക്ക്. ഞാനിത് പറയുമ്പോൾ ചിലത് ഉളവായി വരും. ഹല്ലേലൂയ. പരിജ്ഞാനത്തിൻ്റെ വരവുകൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട ഒരുവനും ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തുനിന്ന് ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരും. നീ ആരാന്നറിഞ്ഞ് നീ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിന്റെ മേലുള്ള വിടുതൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോകാം. 3-ാം അധ്യായം എഫെസ്യ ലേഖനം ഒന്ന് എടുത്ത് വെക്കാമോ? പഴയ നിയമ കാലഘട്ടത്തിലും പരിജ്ഞാനത്തിൻ്റെ വരം ഭാഗികമായി തുറന്നിട്ടുണ്ട്. പറഞ്ഞ് ഭാഗികമായി. ചില ചിന്തകൾ ഒരുമിച്ച് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ഒന്ന് തൊട്ടു വരാം. എന്നോട് കർത്താവ് പറയാൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ ഏലിയാവ് ഒരിക്കലും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുക, ഞാൻ ഒരാളെ അദ്ദേഹം പറ ഒരാളെന്നല്ല, 7000 പേര് അപ്പുറമുണ്ട്. എന്താണ്? ക്ഷാമമുള്ള കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ പറയാ, എന്നെ കിരീത്ത് തോട്ടിൽ കൊണ്ടുപോയി ഭക്ഷിപ്പിച്ചു, കാക്കയെ അയച്ച് വഴി തുറന്നു, സാരാഭാത്തിലെ വീട്ടിൽ എനിക്ക് വഴി തുറന്നു. ഞാൻ ഒരുത്തനായി അവശേഷിക്കുമെന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നതാണ്, ഒരു വഴിയൊന്നുമല്ല, ഞാൻ പല വഴിയും തുറന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി സാരാഭാത്തിലെ വിധവ, നിനക്ക് വേണ്ടി കെരീത്ത് തോട്, പക്ഷെ 7000 പേർക്ക് വേണ്ടി 7000 വഴിയാന്തോ. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവം. ആരോട്? ഏലിയാവിനോട് പറയാണ്. അപ്പോഴാണ് ഏലീശയുടെ പുറകെ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് ഏലീശയുടെ പുറകെ പോകുന്നത്. ഏലീശയുടെ മേൽ പുതിയ പുതപ്പിൻ്റെ എറിഞ്ഞു. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതിന് ശേഷം ഒരുത്തം വരുന്നുണ്ട്, ഗേഹസി. ആമേൻ. അവൻ അസാധാരണ ജ്ഞാനമുള്ളവനായിരുന്നു. അസാധാരണ ജ്ഞാനം. പുള്ളിയുടെ അകത്ത് ഫിനാൻഷ്യൽ ഡോറുകൾ മൊത്തം തുറന്ന ഗേഹസി. വേണ്ടല്ലേ, ഞാൻ കൊണ്ടുപോകാം. ഫിനാൻഷ്യൽ ഡോറുകൾ മൊത്തം തുറന്നത്. ഇന്നത്തെ അപ്പോസ്തലന്മാർ അതേ ക്വാളിറ്റിയിലാണ് ഗേഹസി നിൽക്കുന്നത്. ഞാൻ ആത്മാവിൽ പറയുന്നു, ചിലതിനെ ദൈവം തുറക്കും. ജ്ഞാനത്തിൻ്റെ വചനത്താൽ ഇല്ലാത്തത് ഉളവായി വരും. ആമേൻ. ഈ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നും കാണാതിരിക്കുമ്പോൾ, അഥവാ ഈ ലോകത്തിൽ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും, ജ്ഞാനത്തിൻ്റെ വരം വന്നാൽ, പരിജ്ഞാനത്തിൻ്റെ വരം വന്നാൽ. ആമേൻ. നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-8 ഒന്ന് വായിച്ചു.
ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനും ഈ കൃപ നൽകിയിരിക്കുന്നു. ആമേൻ. പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. ഈ മാളിക മുറിക്കകത്ത് 11 പേരിൽ ഇറങ്ങിപ്പോയ യൂത കൂടാതെ 11 പേരുണ്ട്. യേശു ഉൾപ്പെടെ 12 പേര്. 11 പേരിനകത്ത് ആരില്ല? പൗലോസില്ല. അപ്പോൾ ആയിരുന്നു? പരീശനായിരുന്നു. പരീശൻ ആള് ഭയങ്കര വീരനായിട്ട് പുറത്ത് സ്തെഫാനോസിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ, യാക്കോബിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു പരീശനെ പോലെ യഹൂദ മതം പ്രചരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ദമസ്കോസിൽ വെച്ച് എന്നെ തൊട്ടു ദൈവം. ഹല്ലേലൂയ, സ്വതന്ത്രം പറഞ്ഞേ, എന്നെ ദൈവം തൊട്ടു. അതേ പറയാണ്, എന്നെ തൊട്ടപ്പം ഈ 11 പേര് അല്ലെങ്കിൽ കൂടി യോജിച്ച മത്യാസ് ഉൾപ്പെടെയുള്ള 12 പേരുടെ കൂടെ കൂടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അറേബ്യൻ മരുഭൂമിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ എന്നെ കാണിക്കാൻ തുടങ്ങി. പൗലോസ് പറയാ, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് മിണ്ടരുതെന്ന്. ഇതാണ് എല്ലാം കാണാനുള്ളൊരു ഭാഗ്യം നിന്റെ കണ്ണിനുണ്ട്, പക്ഷെ എല്ലാം പറയാനുള്ള അനുവാദം ഇല്ല. മിണ്ടണ്ടെന്നുള്ളതാണ്. നീ കണ്ടു, നീ സന്തോഷിച്ചു, ആരോടും പറയണ്ട. ആമേൻ. താല്പര്യമില്ലല്ലേ? ഹല്ലേലൂയ. ഇത് സ്വന്തമായിട്ട് സന്തോഷിക്കാനുള്ളൊരു അല്ലേ, കണ്ടുകൊണ്ട് സ്വന്തമായി സന്തോഷിക്കുന്ന ഒത്തിരി പേര് ഈ കാലഘട്ടത്തിലുണ്ട്. കർത്താവ് പറയാ, നീ കണ്ടോ, മിണ്ടണ്ട, ഞാൻ എല്ലാവരെയും കാണിച്ചോളാം. ഓ, ഞാൻ ആരൊക്കെയാണ്? അങ്ങനെ താല്പര്യമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ആത്മകണ്ണുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ. കൃത്യ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തേക്ക്, ക്ലിയർ ആയിട്ടുള്ള ഒരു യഥാർത്ഥ വെളിപ്പെടുത്തലുകൾക്കകത്തേക്ക് നിങ്ങളുടെ മനസ്സിലെ കർത്താവ് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാനിങ്ങനെ എനിക്ക് മുമ്പേ ഉള്ള ശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ കൂടെ ഞാൻ ചെറിയവനാണോ? ഇപ്പം നമ്മൾ നോക്കിയാൽ അവര് ചെറുതായിട്ട് തോന്നും അല്ലേ? പത്രോസ് ഉൾപ്പെടെയുള്ളവര് എഴുതിയ എഴുത്തുകൾക്കകത്തൂടെ ചെയ്ത എഴുത്തുകൾക്കകത്ത് ചെറുതാണെന്ന് തോന്നും. പക്ഷെ ഇദ്ദേഹം പറയാണ്, ഞാൻ ചെറുതാണ്. കാരണം എന്താണെന്നറിയോ? പഠിപ്പിച്ചവരുടെ കൂടെ ഞാൻ ഇല്ലായിരുന്നു. പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, അത്ഭുതം കാണിച്ചപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. ആമേൻ. ഈ അപ്പം നുറുക്കിയപ്പോൾ ഒന്നും ഞാനില്ല, പക്ഷെ അപ്പം നുറുക്കി കഴിച്ചവര് പറയാത്ത വെളിപ്പാടാ പറയുന്നത്. മനസ്സിലാകുന്നില്ലേ? കർത്താവായ യേശു ക്രിസ്തു അവനെ കാണിച്ചു കൊടുത്ത രാത്രി എപ്പോഴും ഓടി ഉണ്ടായിരുന്നു? ഇല്ല. മാളിക മുറി ഇരുന്നുകൊണ്ട് അപ്പം നുറുക്കുന്ന സമയം അവിടുന്ന് ഇറങ്ങിപ്പോയവൻ ആളെയും കൂട്ടിക്കൊണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആളെയും കൂട്ടിക്കൊണ്ട് യേശുവിനെ തേടി വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഇല്ലാത്ത ഒരു ആള് അപ്പുറം ഇരുന്ന് എഴുതുകയാണ്. അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അവൻ ഇത് എവിടെ നിന്ന് കിട്ടിയത്? എവിടെ നിന്ന് വന്നതാണ്? ഹല്ലേലൂയ. ഇത് പരിമിതമായി ഞാൻ പറയുന്നതേ ഉള്ളൂ. ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളത് മുതൽ ദൈവം എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ പുള്ളിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ ദൈവം എന്നെ കണ്ടായിരുന്നു. പക്ഷേ പ്രായം തികഞ്ഞ് 30 വയസ്സിന് അപ്പുറത്തേക്ക് ഞാൻ പോയി. ഹല്ലേലൂയ. തികഞ്ഞ ഒരു പരീശൻ്റെ മകനായി ഒരു പരീശനെ പട്ടത്തിനകത്തേക്ക് എത്തി. അവിടെ നിന്ന് ദമസ്കോസിലേക്ക് അധികാര പത്രവും മേടിച്ചുകൊണ്ട് സഭയെ മുടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ദൈവം എനിക്കെതിരായി വന്നത്. ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്നെ ചുറ്റിമിന്നിയത് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് വെളിപ്പാട് എനിക്ക് മനസ്സിലായപ്പോൾ തികഞ്ഞ ബോധം എൻ്റെ അകത്തുണ്ടായി. ഇന്നല്ല എന്നെ കർത്താവ് തെരഞ്ഞെടുത്തത്, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് അവൻ എന്നെ കണ്ടു, അവൻ എന്നെ വേർതിരിച്ചു. ഇതൊരു ജ്ഞാനത്തിൽ നിന്ന് പറയുന്നെങ്കിലും ഒരു സംഭവത്തിന്റെ, ഒരു ദൃശ്യമായി വെളിപ്പെടുന്ന ഒരു സംഭവത്തിന്റെ വിശദീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇന്നലെ അറിഞ്ഞു, ഇന്ന് വന്നു. എന്നെ ഉലകസ്ഥാപനങ്ങൾക്ക് മുമ്പ് ദൈവം വേർതിരിച്ചതാണ്. അടുക്കളയ്ക്കകത്ത് ഒതുങ്ങുമ്പോൾ, ജോലിക്കകത്ത് ഒതുങ്ങുമ്പോൾ, ജീവിതത്തിനകത്ത് ഒതുങ്ങുമ്പോൾ തിരിച്ചറിയണം, ഒരു മാസ്റ്റർ പ്ലാൻ ദൈവം നിന്റെ തലയ്ക്ക് മീതെ ഇട്ടിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ തലയ്ക്കകത്തുണ്ടാകണം. ഈ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വചനമകത്ത് വരുമ്പോൾ പരിമിതിക്കകത്ത് ഒതുങ്ങുന്ന നിന്നെ അൺലിമിറ്റഡായി ദൈവം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട്
ഈ എഫീസി സഭയോട് പറയാം, ഇൻ ക്രൈസ്റ്റിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പറയാൻ എനിക്കും ഒരു ഭാഗ്യം കൃപയാൽ ലഭിച്ചു. കൃപയാൽ. അപ്പൊ ഇതെങ്ങനെ കിട്ടുന്നതാണ്? കൃപയാൽ തുറക്കുന്നതാണ്. കൃപയാൽ തുറക്കുന്ന ആ ഗിഫ്റ്റ്, ആ വചനം ഇതിനകത്ത് തുറക്കട്ടെ യേശുവിന്റെ നാമം. ഒരുപക്ഷെ ഇതിനകത്തേക്ക് ആയിരങ്ങൾ കയറി വരുമ്പോൾ എനിക്കിത് പ്രസംഗിക്കാൻ അവസരം കിട്ടത്തില്ല. പക്ഷെ ഇത് അവിടെ നിവർത്തീകരിക്കപ്പെടും. നിങ്ങളിൽ തുടങ്ങിയാൽ അത് അവരിൽ കത്തിക്കൊള്ളും. കാരണം ഇത് പാസ്റ്റർ പ്രസംഗിച്ചിട്ട് വരേണ്ടതല്ല, ആത്മാവ് പ്രകാശിപ്പിക്കേണ്ടതാണ്. ഇതൊരു ഇൻഫർമേഷനായിട്ട് തീരാതെ ഇത് ആത്മാവിൻ്റെ പ്രകാശനമാണ്. അപ്പോക്കാലിപ്സ്, മറഞ്ഞിരുന്നിരിക്കുന്ന വെളിപ്പെടുത്തുന്ന വചനമായി തീരണം ഇത്. ഹല്ലേലൂയ. നിന്റെ ഉറക്കത്തിൽ ഇത് വെളിപ്പെടും, നിന്റെ നടത്തത്തിൽ ഇത് വെളിപ്പെടും. ആ അപ്രമേയ ധനം 2-ാം അധ്യായത്തിനകത്ത് പറയും. 1-ാം അധ്യായത്തിനകത്തെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരുന്നു. ഒന്നും എടുക്കാൻ സമയമില്ല. ഒരു കാര്യം ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് വെക്കാം. ഒറ്റ കാര്യം പറയാം. വായിച്ചേ അതിൻ്റെ 9-ാം വാക്യം. എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലതും, നിങ്ങൾ കേട്ടിരുന്നാ മതി, കേട്ടിരുന്നാ സകലതും സകലവും സൃഷ്ടിച്ച ദൈവത്തിന് അനാദികാലം മുതൽ മറിഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന, ലോക സ്ഥാപനം മുമ്പ് മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഇത് കിടപ്പുണ്ട്. പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ആത്മാവിൽ കണ്ടു. ക്രിസ്തുവിന് വരുന്ന കഷ്ടതയും പിന്നീട് ഒരു ജനറേഷൻ വരുന്നു. അതാരാ? യഹൂദ ജനമാണോ? അവരല്ല. ഒരു ജനറേഷൻ വരുന്നു. ക്രിസ്തുവിനുണ്ടാകുന്ന കഷ്ടതയും പിന്നീട് വരുന്ന മഹിമയും. ആളായി ഓരോന്ന് ഉറങ്ങുന്നെന്ന് വിചാരിക്കും, ആളായിരുന്നു തൂങ്ങുന്നെന്ന് വിചാരിച്ചോളാം. ഹല്ലേലൂയ. ആളാണ് അറിയാതിരിക്കുന്നെന്ന് വിചാരിച്ചോളാം. ഹല്ലേലൂയ. ക്രിസ്തുവിന് ഉണ്ടാകുന്ന കഷ്ടതയും പിന്നീട് ഉണ്ടാകുന്ന മഹിമയെക്കുറിച്ച് വെളിപ്പെട്ടപ്പോൾ അവര് ചോദിക്കുക, ഇതാരാ, ഇത് ഏതാ സമയം? അവരാരാഞ്ഞു ചോദിച്ചു. ആമേൻ. ദൂതന്മാരും അതിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ മഹത്വത്തിന്റെ ടൈമാണിത്. ആ മഹത്വത്തിന്റെ ടൈമാണിത്. ഇതെന്റെ എൻഡ് ഓഫ് ദ ഏജിനകത്ത് ആരെയും ദൈവം വെറുതെ വിടുന്നില്ല. അത് നിന്നിൽ പ്രകടമായി വെളിപ്പെടാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് ഇത് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പലരും ഇതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. കുഴപ്പമല്ല, അത് വചനമൊന്നും വായിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ എനിക്ക് ഇന്നത്തെ കോൺഫിഡൻറ്റ് എന്നാന്ന് ചോദിച്ചാൽ, എന്നെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്നുണ്ട്. എൻ്റെ വാക്ക് തെറ്റാതെ വാചകത്തെ കർത്താവ് കൃത്യമാക്കുന്നുണ്ട്. അതിൻ്റെ മേലുള്ള സൈലാണ്. ഹല്ലേലൂയ. എപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ എനിക്കങ്ങനെ കിട്ടാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. പൗലോസ് പറയും, അനാദി കാലങ്ങൾക്ക് മുമ്പ് മറഞ്ഞു പോയൊരു മർമ്മമുണ്ട്. ആ മർമ്മം ക്രൈസ്റ്റാണ്. ആ ക്രൈസ്റ്റിനകത്ത് വേറൊരു മർമ്മോട് ഇരിപ്പുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ആ മർമ്മം ഇന്ന് ജാതികൾക്കകത്ത് കെട്ടപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ യഹൂദന്മാരുടെ അടുക്കൽ പോവുകയല്ല, മറിച്ച് ഐ ടേൺ ടു ദ ജെന്റൈൽസ്, ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു. യഹൂദ മര്യാദകളും യഹൂദ ആചാരങ്ങളും യഹൂദ ജനത്തിന് മാത്രം നിലനിൽക്കുമ്പോൾ പറയാണ്, ഈ ദൈവം അവരുടെ മാത്രം ദൈവം അല്ല. ക്രൈസ്റ്റിലൂടെ നിവർത്തീകരിക്കപ്പെടുന്ന അന്ത്യകാല ശുശ്രൂഷയുടെ ഒരു ആവർത്തനം പൗലോസിലൂടെ ചെയ്തു വരുമ്പോൾ, ജാതികളോട് ഈ സത്യം പറയുമ്പോൾ ഓരോ ഡോറും അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. 2-ാം മിഷണറി യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമുണ്ട്. ഞാൻ ഇറങ്ങിത്തിരിച്ച പട്ടണങ്ങൾക്കകത്ത് വിശ്വാസത്തിൻ്റെ വാതിലുകൾ ജാതികളുടെ വീടുകൾക്കകത്ത് ദൈവം തുറന്നു. ഇതെന്തിനു നിങ്ങൾ കേൾക്കുന്നു? ജാതികളുടെ ഡോറുകൾ വിശ്വാസത്തിൻ്റെ വാതിലുകളെ തുറക്കുന്നത് ചില അപ്രമേയ ധനത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ തലയ്ക്കകത്ത് ദൈവം പ്രകാശിപ്പിക്കുമ്പോഴാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്താം. താഴോട്ട് വായിച്ചേ. ഒരു കാര്യം പറഞ്ഞ് നിർത്താം.
അങ്ങനെ ഇപ്പോൾ എനിക്ക് ഈ വിഷയം അറിയത്തില്ല, ഒരു ദൈവാസം എന്നെ പഠിപ്പിച്ച ഈ കാര്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഇത് ആര് മുഖാന്തരം അറിവായി വരുന്നത്? ആരാണ് സഭ? നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആർക്കൊക്കെ? ജാതികൾക്ക്. അത് ചെറിയ കാര്യ. മേളിലോട്ട് പോകും, അവിടെ എഴുതിയേക്കണ സ്വർഗത്തിലെ വാഴ്ചകൾ, അധികാരങ്ങൾ. ഇതാരാ? ദൂതന്മാർ. അവർക്ക് ഇത് അറിയണമെങ്കിൽ നമ്മൾ പറയണം. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. വായിക്കേ ശരി. അവനിൽ ആശ്രയിച്ചിട്ട് ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തീകരിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ദൂതന്മാര് പലപ്പോഴും മിണ്ടാതിരിക്കുന്ന കാരണം എന്താണെന്നറിയാമോ? നീ മിണ്ടുന്നില്ല, അതുകൊണ്ടാ. ഈ രണ്ട് മേഖലയുണ്ട്. വീണുപോയ ദൂതന്മാരെയും ദൈവത്തിന്റെ ദൂതന്മാരെയും വാഴ്ചകളും അധികാരം എന്ന് പറയുന്നുണ്ട് കൊലോസ്യ ലേഖനത്തിൽ. ഭൂമിയിൽ വാഴ്ച നടത്തുന്ന വീണുപോയ ദൂതന്മാരുണ്ട്. ദൈവത്തിന്റെ ആയുധങ്ങൾ എന്തിയ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ പറയുന്ന കാര്യം, ഇവർ വാഴ്ച നടത്തുന്നവരാ. അവരിലൂടെയാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ കാര്യം അവരുടെ മുമ്പിൽ വരെ ദൈവം മറച്ചു വെച്ചിരിക്കുക. കാരണം ദൈവത്തിന്റെ ഹൃദയത്തെ തൊടാൻ പറ്റുന്ന ഒരാള് സഭയാ. ഇത് നിങ്ങള് എബ്രായ ലേഖനം പഠിക്കുമ്പോ അറിയാം. എബ്രായ ലേഖനം പറയാ, ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്? ഇല്ല. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്. യേശുക്രിസ്തുവിനെ അങ്ങനെ പറയുന്നത് നമ്മളെ പറയാൻ വേണ്ടിയാ. ഈ ലേഖനത്തെ, ഈ നമ്മുടെ മാളികമുറിയിലെ ടോക്കിനകത്ത്, സംസാരത്തിനകത്ത് യേശു പറയുന്നൊരു കാര്യമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മളായിരിക്കുന്നത് പോലെ ഇവരും ആകേണ്ടതിന്. ആമേൻ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദൂതന്മാർക്ക് ഈ സംഭവം കിട്ടണമെങ്കിൽ നമ്മൾ പറയണം. നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ഈ അനാദി കാലഘട്ടങ്ങൾക്ക് മുമ്പ് കടന്ന സംഭവങ്ങളെ നീ നിന്റെ അന്തരീക്ഷങ്ങൾ അതോട് വെറുതെ പറഞ്ഞോണ്ടിരുന്നാൽ മതി. ഇപ്പൊ മനസ്സിലായോ ഞാനിതവിടെ എന്തിനു പ്രസംഗിക്കുന്നു? ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ മതി. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ദൂതൻ അനുസരിക്കും. റെഡിയോ? അവനറിയാം, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഈ സംഭവം അവർക്ക് മനസ്സിലാകണം. അവർക്കറിയാം ഇങ്ങനെയൊക്കെ ആണെന്നറിയാം. പക്ഷെ ഇത് ശരിയായ രീതിയിൽ പറയാതെ നിങ്ങളുടെ അന്തരീക്ഷത്തിനകത്ത് വെളിപ്പെടത്തില്ല, അല്ലേ? ഇനി ഒരു വാക്കൂടെ പെട്ടെന്നൊന്ന് പറയാം. നമുക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൊരു ഭാഗമാണ്, പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് തീരുന്നില്ല. റോമലേഖനം 8-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും. ബാക്കി വായിക്കാൻ പറ്റുമോ? വിടുതൽ പ്രാപിക്കുമെന്ന് ആശയോടെ ആഗ്രഹിച്ചുകൊണ്ട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. വായിക്കണ്ട, ഞാൻ മൊത്തം പറഞ്ഞു. എന്താണ്? എവിടെ കീഴ്പ്പെട്ട്? ഏത് മായയ്ക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? ഏതാണ് ആ മായ? ഏത് പെങ്കൊച്ചിന്റെ പേരാ? നീതു ഏത് പെങ്കൊച്ചിന്റെ പേരാ ഈ മായ? കൂട്ടുകാരിയുടെ പേരൊന്നും വിളിച്ച് പറയരുത്. ആ മായ ഇത്. മായ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താണ്? ഒന്നുമില്ലാത്തതിന് അടിമപ്പെട്ട് ആരിയ്ക്കുക? സൃഷ്ടി ഇരിക്കുക. അതെന്നറിയോ? യേശു കർത്താവ് വന്ന് സകലത്തെയും കീഴ്പ്പെടുത്തിയവനെ കീഴ്പ്പെടുത്തിയേച്ച് യേശു കർത്താവ് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. കീഴ്പ്പെടുത്താതെ ഒന്നിനെയും വിട്ടിട്ടില്ല, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിരിക്കുക. പക്ഷെ ഞാനിത് പ്രഖ്യാപിക്കുന്നില്ല, നീ എന്ന് പ്രഖ്യാപിച്ചാൽ മതി, സഭ പ്രഖ്യാപിച്ചാൽ മതി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഈ സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. ഈ സൃഷ്ടിയെ മൊത്തം ദ്രവിപ്പിക്കാൻ കാരണമായ സാത്താൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മ വരുമ്പോൾ 3 ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ന്യായവിധി എന്ന വാക്ക് പറഞ്ഞ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചു. സാത്താനെ കർത്താവ് വിധിച്ചിട്ടിരിക്കുക, അവൻ്റെ തല തകർത്തിട്ടിരിക്കുകയാണ്. പക്ഷെ സഭയിലൂടെ വെളിപ്പെട്ടാലേ
ഈ സൃഷ്ടിക്ക് പോലും വിമോചനമുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ. ആമേൻ. നിങ്ങൾ പറഞ്ഞാലേ ചിലതിന് വിടുതലുള്ളൂ. ദൂതന്മാർ ഇത് അറിയത്തുള്ളൂ, ദൂതന്മാർ ഇത് അനുസരിക്കത്തുള്ളൂ. പൗലോസ് പറയാണ്, ഇതെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ വരത്താൽ തുറന്നു കൊണ്ടുവന്നു. സഭയുടെ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ വെളിപ്പാടിൻ്റെ വരമായി 3 വരത്തെ എടുത്ത് വെക്കുന്നതിൽ ഒന്നാമത്തത് ജ്ഞാനത്തിൻ്റെ വരം, രണ്ടാമത് പരിജ്ഞാനത്തിൻ്റെ വരം, 3 ആത്മാക്കളുടെ വിവേചനം. ഇന്ന് തിരിച്ചറിയണം. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ സഭകളുടെ പ്രവൃത്തി ശരിയായ രീതിയിൽ നടക്കും. ഒരു നിമിഷം എഴുന്നേറ്റ്, എനിക്കിത് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമില്ല. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് കർത്താവിനോട്, ഞാൻ അടുത്ത ആഴ്ച ഇത് തുടരാം, വിശ്വാസത്തോടെ പറഞ്ഞ്, കർത്താവേ, നീ ആയിരുന്നു മിസ്റ്ററി. ആ മിസ്റ്ററി എൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നീയാണ് രഹസ്യം. ആ മർമ്മം നീയാണ്. ആ മർമ്മത്തിനകത്തിരിക്കുന്ന മർമ്മം ഞങ്ങളാണെന്നറിയാം. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ആ ക്രിസ്തുവിനകത്താണ് നമ്മുടെ ആത്മാവിരിക്കുന്നത്. അതാണ് പറയുന്നത് കൊരിന്ത്യർ ലേഖനം, നിന്റെ തേജസ് ദൈവം അവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുകയാണ്. ക്രിസ്തുവിലൂടെ ആ സ്നേഹവും അനുസരണവും ഐക്യതയും തുടർന്നു വന്നാൽ, ആ മനസ്സതിൽ പുതുക്കപ്പെട്ടാൽ, നിന്നിലൂടെ ആ ശുശ്രൂഷ പുറത്തു വരുവാനിടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അനാദ്യ നിത്യതയ്ക്കകത്ത് ദൈവം ഇട്ട ആ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വചനം എൻ്റെ അകത്ത് തുറന്നു വരട്ടെ. ക്രിസ്തുവിലകത്ത് ക്രിസ്തുവിൽ നിക്ഷേപിക്കപ്പെട്ട ആ വചനം എടുത്തു തരുന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം. അത് അവിടെ നിന്ന് എടുത്ത് എനിക്ക് നൽകി തരുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ പട്ടണത്തിനകത്ത് സഭയുടെ യഥാർത്ഥ അതോറിറ്റി, അധികാരം, അഭിഷേകം, യഥാർത്ഥ ഐഡൻറ്റിറ്റി, യഥാർത്ഥ അവകാശം തുറന്നു വരുന്നതിന് വേണ്ടി ഈ പരിജ്ഞാനത്തിൻ്റെ വരം ഈ ജനത്തിൻ്റെ അകത്ത് തുറന്നു വിടുന്നു. കർത്താവ് സഹായിക്കും. അങ്ങ് പ്രാർത്ഥന കേട്ടു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.